കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് രാവിലെ മുതൽ ഈ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. രാവിലെ ഈ ബൈബിൾ ക്ലാസ്സിനായി വന്ന പ്രിയപ്പെട്ടവർക്ക് ഇവിടെ പഠിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും അതിനോടനുബന്ധിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശ ഒരു ധാരണ ഉണ്ടായി. എന്നാൽ ഇന്ന് വൈകിട്ട് പുതുതായി വന്ന് ചേർന്നവരുണ്ട്. അവരുടെ അറിവിലേക്കായി പറയുന്നു. ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ് ഈ ദിവസത്തെ ബൈബിൾ ക്ലാസ്സിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. രാവിലത്തെ ബൈബിൾ ക്ലാസ്സിൽ പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു. അതിന് ആധാരമായി നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ നിറവ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും തിരിച്ചറിവുള്ള വ്യക്തിയായതുകൊണ്ട് സമ്മർദ്ദങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നടുവിൽ തളരാതെ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ആത്മിക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് ആത്മനിറവിന്റെ തെളിവ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് പഠിക്കുന്നത് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ്. രാവിലെ അതിലെ ഒന്നാമത്തെ ഭാഗം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹം. ഈ സ്നേഹം എന്താകുന്നു എന്ന് രാവിലെ ഞാൻ പറഞ്ഞു. ലോകത്തിൽ ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹങ്ങളുടെ എല്ലാം കൂടെ ആകത്തുകയല്ല ഈ സ്നേഹം, മറിച്ചത് ദൈവ സ്നേഹമാണ്. അത് നമ്മിലുണ്ടോ എന്ന് ചോദിച്ചാൽ റോമാലേഖനം 5-ന്റെ വാക്യം അടിസ്ഥാനമാക്കി ചിന്തിച്ചു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പകർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ മിഷൻസ്, അതിൻ്റെ ഡ്യൂട്ടീസ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തണം എന്ന് നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വായിക്കാൻ അറിയാവുന്നവരാണ്, അതുപോലെ തന്നെ വായിച്ചാൽ മനസ്സിലാകുന്നവരാണ്. അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവിടെ എഴുതിയിട്ടുള്ളു. അത് വായിക്കുമ്പോൾ പിടികിട്ടും. ആ ഭാഗമെല്ലാം വിശദീകരിക്കാൻ സാധ്യമല്ല. ഇനിയും 2 റെഫറൻസ് കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 5-2 വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 5-2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമേ അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ ആത്മനിറവിന്റെ തെളിവായി ആത്മഫലം നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ, ജീവിതത്തിലുണ്ട്. അപ്പൊ അതിൽ സ്നേഹം എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിയ ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിച്ചത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം കേവലം ചില വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല.
യേശുവിന്റെ സ്നേഹം കേവലം അഭിപ്രായ പ്രകടനത്തിലോ അവകാശവാദത്തിലോ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ല. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹം നിമിത്തം എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുകൂടി ആ റെഫറൻസിൽ അപ്പോസ്തലൻ പറയുകയാണ്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി യാഗം, നിങ്ങൾക്ക് വേണ്ടി യാഗമായി, നിങ്ങൾക്ക് രക്ഷ നൽകാനായിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് നിങ്ങളോടുള്ള സ്നേഹം നിമിത്തമാണ്. അതാണ് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താന്ന് ചോദിച്ചാൽ ഈ സ്നേഹമാണ്. പറഞ്ഞു മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം. അങ്ങനെയോ ആ സ്നേഹമാണ്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചത് പോലെ, വായിച്ചേ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യ വാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ യാഗമായി അർപ്പിച്ചു. റോമലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ വീണ്ടും ആ സ്നേഹത്തിന്റെ ശ്രേഷ്ഠതയുടെ വിശദീകരണം അപ്പോസ്തലൻ നൽകുന്നുണ്ട്. നാം ഒക്കെയും പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ അപർത്തർക്ക് വേണ്ടി മരിച്ച് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടമാക്കി. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനിയും ക്രിസ്തു വരും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട്. അത്രയും പറയുമ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുത പൂർണ്ണമാകുന്നത്. ഒരുപാട് ആളുകൾ യേശു നല്ലവനായിരുന്നു, ചരിത്ര പുരുഷനായിരുന്നു, വിപ്ലവകാരിയായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ദൈവവൈതൽ വിശ്വസിക്കേണ്ടതും പഠിക്കേണ്ടതും ഞാൻ ഈ പറഞ്ഞ എല്ലാം യേശുവിനോട് ചേർത്ത് ചിന്തിക്കുകയും സംസാരിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ ഉയർപ്പും അതുപോലെ തന്നെ സ്വർഗാരോഹണവും വീണ്ടും വരവും അടങ്ങുന്നതാണ് സുവിശേഷത്തിലെ വലിയ സത്യം. അതില്ലാതെ ഒരു സുവിശേഷവും ഇല്ല, അതില്ലാതെ ഒരു സുവിശേഷ പ്രസംഗവും ഇല്ല. അതില്ലാതെയുള്ള സുവിശേഷവും സുവിശേഷ പ്രസംഗവും ഒക്കെ അർത്ഥമില്ലാത്തതായിട്ട് മാറുകയുണ്ട്. അപ്പൊ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ദൈവം നമ്മളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ച് വിവിധ കൂട്ടായ്മകളിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ സ്നേഹം പരസ്പരം യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ചുമ്മാ തങ്ങ് പറഞ്ഞതൊന്നുമല്ല, ആണോ? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കണം എന്ന് തിരുവചനം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ബലം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുള്ള സ്വഭാവ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, കരുത്ത് നൽകിയിട്ടുണ്ട്, ആത്മിക ഉണർവും പ്രകാശനവും ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല. എന്നാൽ ഇനി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയാതെ പോകുന്നു എങ്കിൽ കർത്താവ് പറയുകയാണ്, മനുഷ്യരാൽ അത് അസാധ്യമാണ്, എങ്കിലും ദൈവത്താൽ സാധ്യം. ദൈവത്തെങ്കിലേക്ക് വരിക, കീഴടങ്ങുക, ദൈവത്തോട് തുറന്നു പറയുക. അങ്ങനെ ആയാൽ ആ മേഖലയും ശരിയാക്കാനായിട്ട് ദൈവം തന്റെ കൃപ നൽകി നമ്മളെ സഹായിക്കും എന്നുകൂടി തിരുവചനം ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ആരും വിഷമിക്കുകയും അലഞ്ഞു നടക്കുകയൊന്നും വേണ്ട. എല്ലാവർക്കും വേണ്ടതെല്ലാം ക്രിസ്തുവിന്റെ തിരുവചനത്തിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ നമ്മോടുള്ള സ്നേഹത്തിൽ ഇതെല്ലാം ഉണ്ട്. മരണ
അടക്ക, പുനരുത്ഥാന, ഉയർപ്പിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ മറ്റൊരു തലമാണ് ആ പറഞ്ഞത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ഉള്ളതുപോലെ നാമും ആത്മനിറവിൽ ജീവിക്കുമ്പോൾ ആത്മഫലത്തിന്റെ ഭാഗമായി നമ്മിൽ നിന്നും വരുന്ന ദൈവസ്നേഹത്തിനും അങ്ങനെ ശ്രേഷ്ഠമായ ഗുണവും പ്രവൃത്തിയും ഉണ്ടായിരിക്കണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മനസ്സിലായോ? തിരുവചനം പഠിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ആ ഭാഗം നിർത്താം. കൊലോസി ലേഖനം 3:14 വായിച്ചിട്ട്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. സ്നേഹം അവിടെ എന്താണ്? സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അപ്പൊ ഈ ദൈവസ്നേഹം നമ്മിൽ നൽകുന്ന മറ്റൊരു ക്വാളിറ്റി, ക്യാരക്ടറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബന്ധത്തിനകത്തൊരു അനുരഞ്ജനമുണ്ട്. നമുക്ക് സമാധാനമുള്ള ബന്ധം. മനസ്സിലാകുന്നോ? നമ്മുടെ ബന്ധം തമ്മിൽ എന്തുണ്ട്? സമാധാനമുണ്ട്. സമാധാനമില്ലെങ്കിൽ ബന്ധമില്ല. നമ്മുടെ ബന്ധത്തിന് ഒരു ശ്രേഷ്ഠതയുണ്ട്. ക്രിസ്തുവിന് നമ്മോടുള്ള ബന്ധം എങ്ങനെ? യേശു ക്രിസ്തുവിന് നിങ്ങളോടുള്ള ബന്ധം എങ്ങനെ? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം എങ്ങനെ? ഒരു വ്യക്തി കർത്താവിനോടൊപ്പം പരസ്യ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ ജയിച്ച് യേശുവിനോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. ഇസ്കരിയോത്ത യൂദ. അദ്ദേഹത്തിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു. എല്ലാം കേട്ടു, പറഞ്ഞതെല്ലാം കേട്ടു, പർവ്വത പ്രസംഗം കേട്ടു, ഉപമകൾ കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു, എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. ഉണ്ടായോ? എന്തുകൊണ്ട് മാറ്റം ഉണ്ടായില്ല? ഇതിനേക്കാൾ വലിയ കാര്യമായിട്ട് അദ്ദേഹം നേരത്തെ മനസ്സിൽ കരുതിയിരിക്കുന്ന മറ്റൊരാഗ്രഹം. ആ ആഗ്രഹം ഈ വസ്തുതകളൊന്നും ജീവിതത്തിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ തിരുവചനം അനുവദിക്കുന്ന ആഗ്രഹങ്ങളെ നമുക്കുണ്ടാകാം. ചില പഠിപ്പീരുകളൊക്കെ കാണും, നിങ്ങൾ എന്താഗ്രഹിച്ചാലും ലഭിക്കുമെന്നൊക്കെ. പക്ഷെ ബൈബിൾ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ബൈബിൾ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ തിരുവചനപ്രകാരം ഡിസിപ്ലിൻ, അതായത് അച്ചടക്കമുള്ളതാക്കി എടുക്കണം എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ എല്ലാം അങ്ങ് തരാം എന്നൊന്നും ബൈബിള് ആരോടും വാഗ്ദത്വം ഒന്നും ചെയ്യുന്നില്ല. എല്ലാം അങ്ങ് എല്ലാവർക്കും കൊടുത്തതായിട്ടും ബൈബിള് പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാണ്. പക്ഷെ ആ ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനമായി നിൽക്കേണ്ടത് തിരുവചനത്തിന്റെ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ അപ്പൊ അങ്ങനെ നമ്മൾ തിരുവചനത്തിലൂടെ ആഗ്രഹങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എല്ലാ വ്യക്തിയുടെയും ആഗ്രഹത്തിനകത്ത് മാന്യതയുണ്ടാവും, അതിനകത്ത് നീതി ഉണ്ടാവും, സത്യസന്ധതയുണ്ടാവും. ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും തമ്മിൽ ഒരു ക്ലാഷ് കാണത്തില്ല. അവർക്ക് ആഗ്രഹത്തിന് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവവചന അടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യത്തില്ല? തമ്മിൽ ഭിന്നിക്കത്തില്ല. അതാണ് അതിന്റെ ശ്രേഷ്ഠത. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹം, ഇങ്ങനെ ഒരു സ്നേഹം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായാൽ വലിയ അനുരഞ്ജനവും വലിയ സമ്പൂർണതയും ബന്ധത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെ
ഉണ്ടാകും. ഇതൊക്കെ നമുക്കുണ്ട്. നമുക്കത് തിരിച്ചറിയാനോ ജീവിതത്തിൽ അതിന്റെ ക്രിയ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നതിന് ജീവിതത്തെ നൽകാനോ കഴിയാതെ പോകുക. അല്ലാതെ ഇല്ലാഞ്ഞുകൊണ്ടല്ല. അതിനിയും 40 ദിവസം ഇരുന്ന് ഉപവസിക്കുകയൊന്നും വേണ്ട. ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. ദൈവം തന്നിരിക്കുകയും. സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ഒരാള് 100 ദിവസം ഉപവസിക്കുന്നു. അതെന്തൊരു കഷ്ടമാണ്. ദൈവം ഇതെല്ലാം നൽകി. കർത്താവ് വിളിച്ചതല്ലേ. കർത്താവ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചല്ലേ. ആ സ്നേഹം ഉണ്ടാകാൻ 100 ദിവസം ഉപവസിക്കുന്നു. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. സ്നേഹം ഉണ്ടാകാൻ ഉപവസിക്കുക. സ്നേഹം ഉണ്ടാകുന്നതിന് വേണ്ടി പോരാട്ടങ്ങളെ ശാസിക്കാനായിട്ട് പ്രത്യേക പ്രാർത്ഥന. അങ്ങനത്തെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കാര്യം ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യവും ഇല്ല. അപ്പൊ ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ ആ അധ്യായത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഭാഗം ഒന്ന് വായിക്കണം. ഈ ഭൂമിയിൽ എന്തെല്ലാം കാണിച്ചാലും അതിന്റെ എല്ലാം മുകളിലാണ് ഈ ദൈവസ്നേഹത്തിന്റെ സ്ഥാനം. അതിന്റെ എല്ലാം മുകളിലാണ് ദൈവസ്നേഹത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. അപ്പോൾ ആത്മാവിന്റെ ഫലമുള്ളവരാണ് നമ്മൾ, ആത്മനിറവിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവസ്നേഹം ഈ ഒരു അർത്ഥത്തിലും ഈ ഒരു കൃപയിലും ഈ ഒരു സമാധാനത്തിലും നമ്മിൽ നിന്നും ഒഴുകട്ടെ, നമ്മിൽ അതിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. അത് നിമിത്തം ഓരോ ദിവസവും ഓരോ മണിക്കൂറും നാം പക്വതയിൽ നിന്നും പക്വതയിലേക്ക് യാത്ര ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തത് 5-ാം അധ്യായമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് 22-23 വാക്യമാണ്. രണ്ടാമത്തത് സന്തോഷം, അല്ലെ, ജോയ്, സന്തോഷം. അങ്ങനെ പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം ഇത് സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സന്തോഷം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ ഇവിടെ പറയുന്ന ഓരോ കാര്യവും ഈ ലോകത്തിലുണ്ട്. സ്നേഹമായാലും സന്തോഷമായാലും സഹിഷ്ണുതയായാലും വിശ്വാസമായാലും എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സന്തോഷിക്കുന്നു. കർത്താവിനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാർ സന്തോഷിക്കുന്നു. അവര് സന്തോഷിച്ച ചരിത്രങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ തിരുനാമ നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടി വന്നതിൽ അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. അപ്പൊ അത് ലോകത്തിന് പരിചയമില്ലാത്തൊരു സന്തോഷമാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതെല്ലാം ലോകത്തിലുണ്ട്. അതിന്റെ എല്ലാം കൂടെ ഒരു കൂട്ടായ പഠനമല്ലിത്. അത് വേറെയാ, അതവിടെ ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു റിസർച്ച്, അതിൽ നിന്നും എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് അല്ലിത്. ഇതെല്ലാം ദൈവത്തിൽ നിന്നും വന്നതാണ്. അപ്പൊ അവര് തിരുനാമം നിമിത്തം കഷ്ടം സഹിക്കാൻ, ഉപദ്രവമേറ്റത് ഒക്കെ അവർക്ക് എന്തായി മാറി? അതിൽ അവർ സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം പാടിയും മഹത്വം കരയറ്റിയും പോയെന്ന. അത് മറ്റു ഒരുപാട് ആൾക്കാർക്ക് പരിചയമില്ലാത്ത സന്തോഷത്തിന്റെ ഒരു മേഖലയാണ്. അതങ്ങനെ ഒത്തിരി ആൾക്കാർക്കൊന്നും പരിചയമില്ല. അപ്പൊ ഈ സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സന്തോഷം തിരുവചനം പറയുന്നത് ഉണ്ടാകേണ്ട മേഖലകൾ അല്ലെങ്കിൽ തിരുവചന പ്രകാരം നമ്മിൽ ആത്മാവിന്റെ ഫലമായി നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ ഘടകങ്ങൾ, അവിടെയും ഒന്നാമത് സ്നേഹമാണ്. ഒന്നാമത് അവിടെയും ഏതാ? അതാ പറഞ്ഞ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഈ ദൈവസ്നേഹം ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതിന്റെ പ്രവൃത്തിയില്ലെങ്കിൽ ഒന്നുമില്ല. യൂദാ യേശു ക്രിസ്തുവിനെ വിറ്റി
കുറെ യേശുക്രിസ്തുവിനെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു, ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഒരുപക്ഷെ ഇത്രയൊക്കെ ചിന്തിച്ചു കാണുമോ നമുക്കറിയത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ മനസ്താപമൊക്കെ ഉണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആ അനുതാപവും അദ്ദേഹം ഏറ്റുപറഞ്ഞത് ശരിയായ സ്ഥലത്തായിരുന്നില്ല. തെറ്റായ ആശയത്തോടെ വിഷം തുപ്പുന്ന ചിലരോട് പോയി ശരിയായ കാര്യം പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തതെന്നറിയോ? നേരത്തെ തന്നെ ഒരു നിരാശയുടെ ചിന്തയിൽ ജീവിതം പകുതി പോയി എന്നുള്ള നിലയിൽ നടക്കുന്നവനോട് വേഗം പോയി തീരാനുള്ള ആശയമാണ് കൊടുത്തത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒട്ടും ചിന്തിച്ചില്ല, യേശുവിനെയും കാണാൻ കൂട്ടാക്കിയില്ല, ഒരു സഹശുശ്രൂഷകനെയും കാണാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പോയി തകർന്നു കളഞ്ഞു. ഈ സന്തോഷത്തിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഈ സ്നേഹത്തിന് കുറച്ചുകൂടെ ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങളുടെ അടുക്കൽ ഒരാള് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ആ ആളോട് ആദ്യം പറയുന്ന പദം സാരമില്ലെന്ന്. ആര് പറഞ്ഞു സാരമില്ലെന്ന്? നിങ്ങൾക്ക് സാരമില്ലായിരിക്കും, അവർക്ക് ഏറ്റവും വലിയ സാരമുള്ള കാര്യമായിട്ട് അവര് വരുന്നു. സ്വാഭാവികമായി അങ്ങ് പറയും സാരമില്ല ബ്രദറെ. ഇനി നിങ്ങൾ പഠിക്കുക, ഇനി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സന്തോഷവും സ്നേഹവും തമ്മിലുള്ള അടുത്ത ബന്ധം വാക്കുകൾക്കകത്തുണ്ട്. മറിയയും യൂദയുമാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. മറിയയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, ബന്ധപ്പെട്ട് മലനാട്ടിൽ ചെന്ന് ചർച്ചക്കാരിയായ എലിസബത്തിനെ കണ്ടു. അപ്പൊ മറിയയുടെ അവസ്ഥ നമുക്കറിയാം, എലിസബത്തിന്റെ അവസ്ഥയും നമുക്കറിയാം. മറിയയും ഒരു പ്രത്യേക അവസ്ഥയിലാണ്. എലിസബത്തും പ്രായമായതിനു ശേഷം ഒരു മകന് ജന്മം നൽകി അവിടെ ആയിരിക്കുന്നു. അപ്പൊ മറിയ ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്നു മലനാട്ടിൽ. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇപ്പൊ രണ്ട് വ്യക്തികൾ, ഇവർ രണ്ടുപേരും ശരിയായി ചിന്തിക്കുന്നവരാ, ശരിയായി സ്നേഹമുള്ളവര്. അവർ രണ്ടുപേർ തമ്മിൽ സംസാരിച്ചതിൽ നിന്നും ഉണ്ടായ എനർജി എന്ന് പറയുന്നത്, ദൈവം അവർ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയ കാര്യം നടത്തിയെടുക്കാനുള്ള ആത്മധൈര്യത്തിലേക്കാണ് വന്നത്. അവർക്കൊരു ധൈര്യം, ദൈവത്തിന്റെ മിഷൻ ചെയ്യാൻ തമ്മിൽ ധൈര്യപ്പെടുത്തി. ശരിയായ ടോക്ക്. മറ്റേ ആള് പോയതോ തെറ്റായ ആളുകളുടെ അടുക്കിലേക്ക് ശരിയായ കാര്യം പറയാൻ പോയി. അവിടെ നിന്നും കിട്ടിയ എന്താ? പെട്ടെന്ന് അങ്ങ് പോക്കോ, നീ നിന്റെ കാര്യം നോക്കിയോളാൻ പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും മറ്റൊരു കാര്യം ചിന്തിക്കാൻ സമയമില്ലാതെ അദ്ദേഹം പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, സ്നേഹത്തിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പദങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം, വാക്കുകളെല്ലാം ശ്രദ്ധിച്ചോണം. വാക്കുകളുടെ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ പണ്ട് പത്തിലൊക്കെ പഠിക്കുമ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കുന്ന, അന്ന് എങ്ങനെ വാക്യത്തിൽ പ്രയോഗിച്ചതെന്ന് നമുക്കറിയത്തില്ല, എന്തൊക്കെയോ പ്രയോഗിച്ചിട്ടുണ്ട്. വാക്യത്തിൽ പ്രയോഗിക്കുക. നിങ്ങളെ പോലൊന്നും മാർക്കൊന്നും കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അന്ന് മാർക്കാ, അരമാർക്കിനൊക്കെ കീറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ മാർക്കൊന്നുമല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്പസ്വല്പ കഴിവൊക്കെ ഉണ്ടെങ്കിൽ A+ കിട്ടിക്കോളും. മണ്ട അങ്ങനെ ഒന്നും നടക്കത്തൊന്നുമില്ല അല്ലേ? നമ്മളൊക്കെ 10 എഴുതിപ്പോ അങ്ങനെയാണോ ജോബി പാസ്റ്റർ? 10 എഴുതിയില്ലേ? 2 തവണ എഴുതാം. അല്ല, ഞാൻ കേട്ട പുള്ളി 10 എഴുതിയില്ലെന്നാ. അകരുതല്ല കേട്ടോ. പുള്ളി കോളേജ് വരുമ്പോഴേ അവിടെ നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിച്ചുകൊണ്ട് വന്ന ആളാ. അവിടെ ഒന്നും വില പോകത്തില്ല എന്ന് വേറെ കാര്യം. വാക്കാട്ടം അങ്ങനെയാണോ? അപ്പൊ എങ്ങനെ ആ വാക്യത്തിൽ പ്രയോഗിച്ചതെന്നൊന്നും അറിയത്തില്ല. പണ്ട് ഇംഗ്ലീഷിന് പരീക്ഷയൊക്കെ നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനമൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഡാഷ് ഇട്ട് ഒരു കഥയൊക്കെ തരും.
അപ്പൊ അത് നമ്മളൊക്കെ വൺസ് അപ്പോൺ എ ടൈം എന്ന് മാത്രം അറിയാം. പിന്നെ എന്തൊക്കെയാണോ ഫില്ലപ്പ് ചെയ്തത് നമുക്കൊന്നും അറിയത്തില്ല. അതൊക്കെ വായിക്കുന്ന ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഞെട്ടിപ്പോവും. 6-7 കഥകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനൊക്കെ പരീക്ഷ എഴുതിയ കാലമുണ്ട്. ഇന്നൊക്കെ ഒത്തിരി മാറ്റം. ഈ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരാണ്, അവർക്ക് അതൊക്കെ എഴുതാനൊക്കെ അറിയാം. എന്നാലും നമ്മൾ നല്ല മിടുക്കരാണ്. ഞങ്ങളൊക്കെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠിച്ച്. എന്നിട്ട് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പറയുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, പേപ്പർ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. 5ാം ക്ലാസ് പോലെ ഞങ്ങൾ മലയാളം മീഡിയക്കാരൊക്കെ അല്ലേ ഇംഗ്ലീഷ് പഠിച്ചത്. ഇപ്പം പക്ഷെ അതിനെല്ലാം ഒത്തിരി മാറ്റം വന്നു. പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളോട് പറയും കേട്ടോ, നിങ്ങൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് കൂടെ പഠിച്ചോണം. നിങ്ങളുടെ നല്ല ഫ്ലുവൻസി ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജോബും ഒക്കെ ഒരുപാട് എക്സ്റ്റെൻഡ് ആകുക. തമാശയല്ല, കാര്യമായിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റിയാ. അങ്ങനെ ഹിന്ദിക്കും ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഗുണം. നമ്മുടെ ഇതിനും ഉണ്ട് കേട്ടോ. എവിടെ ചെന്നാലും ഒരാളെ കാണും. നമ്മുടെ ഭാഷയ്ക്കും ഉണ്ട് പ്രത്യേകത. എവിടെ ചെന്നാലും ഒരാള് 2 പേര് കണ്ടുമുട്ടും. മലയാളം അത്ര മോശ ഭാഷയൊന്നുമല്ല. ഈ 3 എണ്ണം അത്യാവശ്യം അങ്ങ് പഠിച്ചു. കാര്യം നമ്മൾ എവിടെയും ജീവിക്കാൻ പോവുക. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കൊള്ളണം. അത് കുടുംബജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും അതിന് ശ്രദ്ധ വേണം. വാക്കുകൾ പലപ്പോഴും ഉള്ള സന്തോഷത്തെ കൂടെ നശിപ്പിച്ചു കളയും. അപ്പോൾ ശ്രദ്ധിച്ചു പഠിക്കൂ. സ്നേഹം 1. 2, ദൈവത്തിന്റെ കൃപ. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെയൊക്കെ ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ. എന്നാൽ ഞങ്ങളൊക്കെ ഒത്തിരി പുസ്തകമൊക്കെ വായിക്കുന്നവരെ ഇന്നും പലതും പഠിച്ചാൽ തീരാത്ത രീതിയിൽ അർത്ഥമുള്ളതായിട്ട് മുന്നിലുണ്ട്. അത്രയും വിജ്ഞാനിയായ ഒരാൾ പറയാണ്, ഞാനാകുന്നതെല്ലാം ദൈവ കൃപയാലാകുന്നു. ഇന്ന് ആ ശബ്ദം വളരെ കുറവാ. ഞാനാകുന്നതൊക്കെ ഞാൻ എന്തൊക്കെയോ ആയതുകൊണ്ടാണെന്ന. ഞാനാകുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറഞ്ഞൊരു ദൈവശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. രക്തസാക്ഷിയായ ആളാ. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, മലയാളത്തിൽ വരിക ക്രൂശിക്കപ്പെടുക, ഇംഗ്ലീഷിൽ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ചിലരൊക്കെ പറയുന്ന കയ്യിലുണ്ടെന്ന്. തുറന്നിട്ടുണ്ടോന്ന് ആർക്കറിയാം? പുസ്തകമൊക്കെ ഇഷ്ടം പോലെ കയ്യിൽ കാണും. മേടിച്ച ദിവസം എന്തായിരുന്നു അതിന്റെ മണം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അത് പ്രത്യേക കൃപയാ. എത്രയോ പുസ്തകമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും ആൾക്കാർ. ഷോയാ. ഒന്നുപോലും കൃപയാൽ തുറന്നിട്ടില്ല. തുറന്നാലോ ആദ്യത്തെ 1.5 പേജ് കഴിയുമ്പം അതിന്റെ മുകളിൽ ഉറങ്ങി വീഴും. ഇങ്ങനെയുള്ള പുസ്തകം നന്നായിട്ട് വായിക്കണം. വായിക്കുന്ന ഒരു പുസ്തകം വായിച്ചാൽ 1 മാസം എടുത്താ വായിച്ചെങ്കിലും അത് മനസ്സിലാക്കി വായിക്കണം. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സെന്റൻസിനൊക്കെ ഡൗട്ടൊക്കെ ഉണ്ട്, അതായിരിക്കുന്നു കാര്യങ്ങളൊക്കെ അറിയാം. ചോദിക്കണം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല എന്ന് വിളിക്കാൻ എന്ത് ഉത്സാഹമാ. എന്നൊരു സംശയം ചോദിക്കാൻ ഇന്നുവരെ വിളിക്കത്തില്ല. വിളിക്കണം, ചോദിക്കണം, അങ്ങനെ പഠിക്കണം. അപ്പൊ ആ പുസ്തകം കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഇംഗ്ലീഷിൽ, അദ്ദേഹം ഒരു നല്ല ദൈവശാസ്ത്രജ്ഞനായിരുന്നു. കൂടാതെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് ദൈവ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അവസാനം രക്തസാക്ഷിയായി. അപ്പൊ അദ്ദേഹം അതിനകത്ത് 2 തരം കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. ചീപ്പ് ഗ്രേസ് ആൻഡ് കോസ്റ്റ്ലി ഗ്രേസ്. അതൊരു പ്രത്യേക ഭാഗം വായിക്കണം. നമ്മളെ അതിനകത്ത് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും ഇടപെട്ടു, തിരുവചന പ്രകാരമുള്ള കാര്യങ്ങളല്ലെന്ന് ബോധ്യപ്പെട്ടു. എങ്കിലും താൽക്കാലിക സന്തോഷത്തിനും ലാഭത്തിനും സുഖത്തിനും ഒക്കെ അതിന്റെ പുറകെ നടന്നിട്ട് കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നു. ദൈവത്തിന് കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞ് തെറ്റുകളെ മറയ്ക്കുന്നു.
സ്വയം ചെയ്യുന്നതാണ്. വേറെ ആരോടും ചെയ്യുന്നതല്ല, സ്വയം ചെയ്യുന്നത്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നതിനകത്തും വലിയ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാനൊരിക്കൽ ഗിരിപ്രഭാഷണം പഠിപ്പിക്കുകയാണ്. ആ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ അന്ന് പഠിപ്പിച്ചത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ടൊക്കെ പഠിപ്പിച്ച് ഞാൻ ഇങ്ങനെ വീട്ടിൽ വരുന്ന കൂട്ടത്തിൽ എന്റെ ഒരു സ്നേഹിതൻ കുറെ വർഷങ്ങൾക്ക് മുമ്പാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ചു തരാൻ ആഗ്രഹിക്കുന്നു, നീ ഇന്ന കടയിലോട്ട് വരാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ദൈവം ആ പഠിപ്പിച്ചതിന്റെ പ്രതിഫലവുമായിട്ട് വരുന്നു, ഫോണുമായിട്ട്. അങ്ങനെയൊക്കെയാ നമുക്ക്. ചിലരുടെയൊക്കെ വർത്താനം കേട്ടാ ഈ ബാങ്ക് മാനേജരാ കർത്താവ്. അവര് ചെക്ക് കൊടുക്കുന്നു, മാറിയെടുക്കുന്നു. ഇതൊക്കെയാ കർത്താവിന്റെ പണി. അപ്പോൾ ഫോൺ കിട്ടി. 15,000 രൂപ എങ്ങാണ്ട് വിലയുള്ളൊരു ഫോൺ ഇദ്ദേഹം എനിക്ക് മേടിച്ചു. ഞാൻ ആ ഫോണും കൊണ്ട് വെളിയിലോട്ട് വന്നു. അപ്പൊ എന്റെ പഠിപ്പീരെന്താ, നിന്നോട് ചോദിക്കുന്നവനൊക്കെ കൊടുക്കുക, ഇതാ എന്റെ പഠിപ്പീര്. വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ആൾ എന്നോട്, മോനെ 10 രൂപ അതാ ചായക്കാശ്. ഞാൻ ഈ ഫോണ് പ്രവർത്തിപ്പിക്കാനുള്ള ആവേശം കൊണ്ട് ഈ മനുഷ്യനെ മറികടന്നു. ദാനം കിട്ടിയ ഫോണല്ലേ, ചാർജ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, സിം ഇടണം, ഇതുകൊണ്ടൊക്കെ പോകുക ബൈക്ക്. ഒരു 100 മീറ്റർ മുന്നിലോട്ട് ചെന്നപ്പോൾ ചോദ്യം വന്നു, പകലത്തെ പ്രകടനം എന്തായിരുന്നു? ഒറ്റ ചോദ്യം. പകലത്തെ പ്രകടനവും ഇപ്പോഴത്തെ പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? തിരിച്ചു വന്ന് ചായക്കും ഫുഡിനും ഉള്ളതൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ പല അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, പറഞ്ഞത് ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും ഈ വചനം അനുസരിക്കാൻ കർത്താവേ കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനക്കാരല്ലേ. ഇറങ്ങണമെന്ന് വെളിയിലേക്ക് അനുസരിക്കാനുള്ള ഇഷ്ടം പോലെ ഫീൽഡ് ഇവിടെ കിടപ്പുണ്ട്. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാള് വിശന്നൊരുത്തൻ ചോദിച്ചു, അല്ലെങ്കിൽ മറ്റു പല പല കാര്യങ്ങൾ കയറി വരും. ഇതിന്റെയൊക്കെ മുമ്പിൽ അനുസരിക്കാൻ ഫീൽഡാ. യാക്കോബ് കൊടുത്ത അങ്കിയും കൊണ്ട് അവിടെ ഇരുന്നാ പറ്റൂ? പോയ വഴിയിലെല്ലാം അനുസരിക്കാൻ സാഹചര്യങ്ങൾ വന്നു. അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും. യാക്കോബിന്റെ സ്നേഹവും കിട്ടി അവിടെ ഇരിക്കും. ദൈവം ഉദ്ദേശിക്കുന്നതൊന്നും നടക്കത്തില്ല. അപ്പൊ നടത്തിയെടുക്കാൻ പോയ വഴികളെല്ലാം അനുസരിക്കാൻ സാധ്യത വന്നപ്പോൾ യോസഫ് എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ബോൺഹോഫറിന്റെ ഭാഷയിൽ പല സാഹചര്യങ്ങളെയും അയാൾ ദൈവസ്നേഹം നിമിത്തം ജയിച്ചപ്പോൾ കോസ്റ്റ്ലി ഗ്രേസാ പുള്ളിക്ക്. ചീപ്പാക്കിയില്ല ഇതിനെ. പലരും ഇന്ന് ഇതിനെല്ലാം എന്താക്കിയേക്കുക? ചീപ്പ്. കോംപ്രമൈസ് ചെയ്ത് ചീപ്പാക്കും. ബോൺഹോഫർ അത് ചെയ്തില്ല. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പീഡ വന്നപ്പോൾ രക്ഷപ്പെടായിരുന്നു. പുള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. ദൈവജനങ്ങളോട് കഷ്ടത സഹിക്കുന്നതും അനുഭവിക്കുന്നതും ഏറ്റവും നല്ലതെന്ന് കരുതി ജീവൻ വരെ പോകേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ച്, അദ്ദേഹം അന്ന് എവിടേക്കോ ഇരുന്ന് എഴുതിയ ബുക്കാ ഇന്നും എന്ത് ചെയ്യുക? ഇന്നും വിൽക്കുക. ഇന്നും ഒരുമാതിരി വിവരബോധമുള്ളവരെല്ലാം മേടിച്ചു വായിക്കും. വലിയ കഥയാ. ഒരിടത്ത് ചോദിച്ചതോ പുസ്തകമെല്ലാം തൂക്കി വിൽക്കുന്നു 100 രൂപയ്ക്ക് 3 കിലോ പുസ്തകം. നോക്കിയപ്പോ ഈ ഇവിടെ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള പുസ്തകം 100 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുക. ഞാനൊന്നും വേണ്ടിയില്ല, അന്നേരം തൂക്കി മേടിച്ചു വീട്ടിൽ കൊണ്ടുപോയി. കാരണം ഇവരിതൊന്നും അറിയത്തില്ല മാസ്റ്ററെ, വിൽക്കുന്നവന്. ഇവനതിന്റെ പുറകും ഫ്രണ്ടും ഒന്നും വായിച്ചിട്ടില്ല. അവന്റെ കഥയല്ല, അവന് ഇച്ചിരി പൈസ വേണം, തൂക്കി വിൽക്കുക. അപ്പൊ അങ്ങനെ തൂക്കി വിറ്റെടുത്തത് ഞാനൊരു നല്ല പുസ്തകം വാങ്ങിച്ചു. മാസ്റ്റർ പ്ലാൻ ഓഫ് ഇവാഞ്ചലിസം എന്നും പറഞ്ഞു. സൂപ്പർ ബുക്കാ. ഒരുത്തും തൂക്കി വിൽക്കുക, അറിയത്തില്ല. അപ്പം ബുക്കുകളൊക്കെ, കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങള് ബുക്കുകളൊക്കെ വായിക്കണം. നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക ആരാകാൻ ആഗ്രഹം, ഉടനെ പറ IAS ആകാനാ. ഒരു പേപ്പർ ഇന്ന് വരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ വായനയില്ല, പരിശ്രമവും ഇല്ല. എന്റെ മോനോട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ജോയി പാസ്റ്റർ വന്ന് അവൻ എന്താകാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അവനൊരു ആഗ്രഹം പറഞ്ഞു. ഉടനെ പാസ്റ്റർ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, ഈ ജീവിതം കൊണ്ട് നടക്കത്തില്ലെന്ന്. കറക്റ്റ് കാര്യമോ പറഞ്ഞു. ഞാനിപ്പോ പലപ്പോഴും ഞാൻ ഉപദേശിക്കാൻ പറയടാ, പൂന്തുരുത്ത് വന്ന് പഠിപ്പിച്ച പാസ്റ്റർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ,
അത് പറഞ്ഞു, അത് നല്ലതാ പറഞ്ഞേ. ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു ശബ്ദം ഉണ്ടായി. കേട്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ കൃപ ഇനിയും നമ്മൾ ചിന്തിക്കാം. ഈ കൃപയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം 2 കൊരിന്ത്യർ 6:10 വായിച്ച്. 2 കൊരിന്ത്യർ 6:10 ദരിദ്രരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. സ്വസ്ഥതയോടുകൂടിയുള്ള ജീവിതം. പക്ഷെ നമ്മുടെ ഡെഫിനിഷനിൽ സ്വസ്ഥതയ്ക്ക് കയ്യിലൊന്നുമില്ല അവർക്ക്. നമ്മുടെ ചിന്തയിൽ ഈ പറഞ്ഞവർക്ക് സ്വസ്ഥതയ്ക്ക് വല്ലതും ഉണ്ടോ സിസ്റ്ററെ? ആരൊക്കെയാന്നാ പറഞ്ഞേക്കുന്നത്? വഹിക്കൂ, ഒന്നുകൂടെ ഉറക്കം വഹിക്കൂ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖിതർ എങ്കിലും എപ്പോഴും എന്ത് ചെയ്യുക? സന്തോഷിക്കുന്നവർ. ആത്മഫലവാദം, അല്ലെങ്കിൽ പറ്റത്തില്ല. അടുത്തത്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. ആ ദരിദ്രർ എന്ന് ലോകത്തിന് തോന്നുന്നു ഇവർ, കാരണം ഇവർക്കൊന്നും നേടാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു വിളിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഇറങ്ങി വന്നത് സകലതും വിട്ട് എന്നൊരു പദമുണ്ട്. He left everything and followed. മത്തായി ഒരു ഓഫീസ് വിട്ടു. സെബദിയുടെ മക്കള് അപ്പനെയും അമ്മയും പടകിനെയും വിട്ട്. പത്രോസോ ഒരു കൂമ്പാരം കണക്കൊരു അനുഗ്രഹം കിടക്കുന്നു, അത് വിട്ട്. അവർ വിട്ടു. എന്നിട്ട് ഒരാളോട് ചേർന്ന്, ക്രിസ്തുവിനോട്. അല്ലേ? നമ്മൾ ഈ ശിഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന മെതേഡേ ശരിയല്ല. യേശു എങ്ങനെ പഠിപ്പിച്ചേ? ആരെങ്കിലും ഒരാൾ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? സെൽഫ് ഡിനയൽ, സ്വയം ത്യജിക്കണം, ക്രൂശ് എടുക്കണം, എന്നിട്ട് മതി അനുഗമനം. നമ്മൾ നേരെ തിരിച്ചാ. ഇന്ന് അനുഗമിക്കും, ഇന്ന് തന്നെ അനുഗമിച്ചിരിക്കും. സൗകര്യമുണ്ട് സെൽഫ് ഡിനൈ ചെയ്യാം. പിന്നെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ക്രൂശിന്റെ അറ്റം ഒന്ന് തൊടാം. ഇവിടുത്തെ കർത്താവ് പഠിപ്പിച്ച മെതേഡ് കണ്ടോ? ഒരാൾ യഥാർത്ഥ ശിഷ്യനായിരിക്കണമെങ്കിൽ അയാൾക്കിൽ ആദ്യം ഈ 2 പ്രോസസ് നടക്കണം. വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ സെൽഫ് ഡിനൈ, ടേക്ക് അപ്പ് ക്രോസ്. മറ്റേതല്ല, താങ്ങാൻ വയ്യാത്തവരോടടുത്ത് ദേഹത്ത് വെച്ചുകൊണ്ട് പോകുന്നതല്ല. അവിടെ വീണ്ടും പറയുന്നുണ്ട്, ബോൺഹോഫർ വീണ്ടും പറയുന്നു, ഒരാൾ സ്വയം ത്യജിക്കാതിരുന്നാൽ ക്രൂശ് അയാൾക്ക് ഭാരമാണ്. ക്രിസ്തു അനുവദിക്കുന്ന തിരുനാമ മഹത്വത്തിനും ദൈവരാജ്യ പ്രവർത്തനത്തിന്റെ വ്യാപ്തിക്കുമായിട്ടുള്ള കഷ്ടതകളെല്ലാം ഭാരമായി പോകും നമുക്ക്. ഒരാൾ സ്വയം ത്യജിക്കാതിരുന്നാൽ, സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വമൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ദൈവഹിതത്തിനായി നമ്മെ കൊടുക്കുക. അങ്ങനെ സ്വയം ത്യജിക്കാതിരുന്നാൽ ക്രൂശ് എന്താകും? ഹെവി, ഭാരമാകും. അങ്ങനെ ക്രൂശ് ഭാരമായാൽ സ്വയം ത്യജിക്കാത്ത ആളിന് ക്രൂശിനോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അതൊരു ശല്യമാകും. ലാസ്റ്റ് എങ്ങനെയും ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ട് സ്വതന്ത്രമാകാനുള്ള ശ്രമം. പിന്നെ കണ്ടല്ലോ, ഇപ്പൊ നമ്മൾ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത ഇല്ലാതെ വരുന്നത് സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടങ്ങളിലാണ്. അപ്പോൾ ഈ പറഞ്ഞ അപ്പോസ്തലൻ ഈ എണ്ണി എണ്ണി പറയുന്ന കാര്യമൊന്നും ഇവിടെ നമ്മുടെ വ്യാഖ്യാനത്തിൽ സന്തോഷത്തിനോ കൃപയ്ക്കോ ഉള്ളതല്ല. പക്ഷെ ആത്മനിറവുള്ള ആളുകൾ, ആത്മഫലത്തിന്റെ ഭാഗമായിട്ട് പലതും ക്രിസ്തുവിന്റെ വിളിയോടുള്ള ബന്ധത്തിൽ ത്യജിച്ചിറങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ദൈവശക്തി അവരുടെ ഈ അനുഭവങ്ങളെ മറികടക്കാനായിട്ട് ബലം നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോഴവർ പറയുകയാണ്, മറ്റു പലരുടെയും മുമ്പിൽ ഞങ്ങൾ ദരിദ്രരാകാം, പക്ഷെ ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കുക.
അനേകരെ ഞങ്ങൾ എന്ത് ചെയ്യുക? സമ്പന്നരാക്കുക. എബ്രായ ലേഖനം 13:5 പറയുന്നുണ്ട്. വായിച്ചേ, 13:5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. പല സമയത്തും നമുക്ക് ഭാരവും ടെൻഷനും ഒക്കെ ഈ സന്തോഷത്തിന് വിരുദ്ധമായിട്ട് വരുന്നത് തീരുമാനം തെറ്റുമ്പോഴാണ്. ജീവിതത്തിലെ തീരുമാനങ്ങൾ തെറ്റുമ്പോഴാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. മത്സരിക്കരുത്, ജീവിതം വെച്ച് മത്സരിക്കരുത്. ജീവിതം മത്സരിക്കാനുള്ളതല്ല, പിന്നെയോ ജീവിച്ച് ജീവിതത്തിന്റെ ഗുണങ്ങൾ പ്രകടമാക്കി അനേകർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കാനുള്ളതാണ്, മത്സരിക്കാനുള്ളതല്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങള് എന്നോട് എന്തോ മത്സരിക്കാനാ? ഞാൻ അവരോട് എന്തോ മത്സരിക്കാനാ? അപ്പൊ മത്സരം എവിടെ ആയിരിക്കും? തുല്യ ശക്തികൾ വരുമ്പോഴാണ്. ഞാനും ഈ ഇരിക്കുന്ന മോളും ജോബ് പാസ്റ്ററുടെ മോളും തമ്മിൽ ഒരു 100 മീറ്റർ ഓട്ടം വെക്കുക. എനിക്ക് അതിനോട് വലിയ മത്സരമൊന്നും കാണത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയത്തില്ല. എന്നാൽ അതിനെ പോലെ കഴിവും ആരോഗ്യവും പ്രാപ്തിയുള്ള വേറൊരു കുട്ടി വന്നാൽ മത്സരം തുടങ്ങി. അപ്പോ ആവശ്യമില്ലാത്ത മത്സരങ്ങൾ സന്തോഷത്തിൽ എടുത്ത് കളയും. അത് പറഞ്ഞ തൃപ്തിപ്പെടാൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കരുതെന്നല്ല പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം. ഹവ്വയ്ക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കാര്യം അവക്കില്ല, തൃപ്തി. ബാക്കിയെല്ലാം ഉണ്ട്, തൃപ്തിയില്ല. ആ തൃപ്തിയില്ലായ്മ ആ സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചത് കൽപ്പനാലംഘനമാണ്. ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ? തൃപ്തിപ്പെട്ടൊക്കെ ജീവിച്ചാ പോരെ? എല്ലാം ഉള്ള ഒരാൾ. പക്ഷെ ആ തൃപ്തിയില്ലായ്മ മനസ്സിലാക്കുന്ന ശക്തി, ദുർശക്തി വളരെ സമർത്ഥമായിട്ട് അതിന്റെ തന്ത്രം ഉപയോഗിച്ചു. തൃപ്തിയില്ലാത്ത ജീവിതം. അപ്പൊ ഈ മത്സരവും തൃപ്തിയില്ലായ്മയും ഒക്കെ നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകുന്നറിയോ? തിരിഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ബലം, പുറകിൽ നിന്നൊരു തള്ള്, ഒരു ഉന്ത് നൽകും. കയ്യിലും ഇല്ല തൃപ്തി, ആരാധനയിലും തൃപ്തിയില്ല, സഹോദരനുമായിട്ടുള്ള ബന്ധത്തിലും ഒരു തൃപ്തിയില്ല. പ്രശ്നമായി. എവിടെ പോയി അവസാനിച്ചെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനിടെ ദൈവം ഇടപെട്ടു. അപ്പൊ ആ തൃപ്തിയും സന്തോഷമൊന്നുമില്ല ജീവിച്ചപ്പോൾ കയ്യിന് എന്താ സംഭവിച്ചെന്നറിയോ? നന്മയും ചെയ്യുന്നില്ല. അതാ പറഞ്ഞ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്റെ മുഖം ഇങ്ങനെ വാടുവോ? നന്മയും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ പറയണം, ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക. പലരുടെ ജീവിതത്തിലൊരു വലിയ പരാജയമാണ് അവരുടെ വരുമാനത്തെക്കാൾ കവിഞ്ഞ കടം വലിച്ചു വെക്കും. 25,000 രൂപ ശമ്പളം, 200 ലോണ്, എന്നിട്ട് കർത്താവ് വഴി തുറക്കുന്നില്ലെന്ന്. എങ്ങനെ ജീവിക്കാന്? ശനിയാഴ്ചത്തെ ലോണ്, വെള്ളിയാഴ്ചത്തെ ലോൺ, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞും ലോൺ. ആകെ 25,000 രൂപ ശമ്പളവും. കൊച്ചുങ്ങൾ പഠിക്കണം, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങണം, പിന്നെ ഫുഡിനുള്ളത് വാങ്ങണം, വെളിയിൽ പോയി പുട്ടടി ഉണ്ടല്ലോ അതിനും വേണം, പിന്നെ വസ്ത്രം വേണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം. പിന്നെ നല്ല ഹൃദയവും നല്ല മനസാക്ഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ചായ, അവർക്ക് ആഹാര സമയമാണെങ്കിൽ ആഹാരം, ഇതൊക്കെ കൊടുക്കണം. അത് ഞാൻ മുമ്പേ പറഞ്ഞ രണ്ടും ഉണ്ടെങ്കിലാ, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. വന്നവരൊക്കെ അങ്ങ് പൊക്കോളും. അവർ അവിടെ ഇരുന്ന് പറയും, ഇച്ചിരി വെള്ളം കിട്ടിയേ കൊള്ളാം. അന്നേരവും നമ്മള് അനങ്ങാതൊക്കെ എഴുന്നേറ്റൊക്കെ അങ്ങ് പാ. പക്ഷെ ലോണോ ആവശ്യമില്ലാത്തതൊക്കെയാ ചിന്തിച്ച, പലതും ആവശ്യമില്ലാത്തതായിരുന്നു. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞു, പക്ഷേ കടമുണ്ട്, അതിന്റെ ഒരു കാരണം അദ്ദേഹം തന്നെ കണ്ടെത്തി. ഏത് കല്യാണത്തിന് പോയാലും പുതിയ ഡ്രസ്സേ എടുത്തുള്ളൂ. അതിന് ലോൺ, അത് ബുധനാഴ്ച ലോണാ, എല്ലാ ബുധനാഴ്ച അത് അടയ്ക്കണം. കല്യാണ ചെറുക്കം പോലും വാടകയ്ക്ക് എടുത്തായിരിക്കും ചിലപ്പോൾ.
കാരണം എന്റെ ഒരു കസിന്റെ കല്യാണം അങ്ങനെ നടന്നു. അവനോട് ഞാൻ പറയടാ കോട്ടൊന്നും എന്തിനാണ് 2.5 മണിക്കൂറത്തേക്ക് എങ്ങാണ്ടൊന്ന് വാടകയ്ക്ക് എടുത്ത് അവനൊരു കുഴപ്പമില്ല സുന്ദരനായിട്ട് ജീവിക്കുന്നു. അവനോട് പറഞ്ഞു ഈ 2.5 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഞാൻ എടുത്തു പോലും ഇല്ല. ആരാ? ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ നോക്കുന്ന പോലും ഇല്ല. അപ്പോൾ നോക്കൂ, ആ ആള് തന്നെ പറയുകയാണ് ഇതാണ് കുഴപ്പം. തെറ്റായ തീരുമാനങ്ങൾ സന്തോഷത്തെ എടുത്തു കളയും. ഇത് പിശാചൊന്നുമല്ല, സ്വയം കളയുന്ന തെറ്റായ തീരുമാനങ്ങൾ. തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ആക്രമിക്കുന്നത് ക്വാളിറ്റി ഓഫ് തോട്ട്സിനെ, ചിന്തയുടെ ആ ക്വാളിറ്റി അങ്ങ് പോവും. പിന്നെ എല്ലാം അങ്ങ് പറഞ്ഞില്ലേ, തിങ്കൾ മുതൽ ശനി വരെയും പിന്നെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞു ഇതിനുള്ള സമയം കൂടുമില്ലയോ ഇതിന് വിട്ട്. ആ സമയത്തെല്ലാം നഷ്ടപ്പെടുന്നത് നേരെ ചൊവ്വേ പ്രാർത്ഥിക്കാനുള്ള ചിന്തയില്ല. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലോ ഉച്ച കഴിഞ്ഞ് മറ്റേ പുള്ളി വരുമല്ലോ, അങ്ങോട്ട് പോകണം, ആ ചിന്തയെ. എന്നിട്ട് വലിയ പ്രാർത്ഥനയുണ്ട്, കർത്താവ് എപ്പോഴും തന്നോണം തന്നോണം തന്നോണം. കർത്താവ് പലതും തന്നേക്കും, പക്ഷെ അതിനെ ഒന്നും ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ള പക്വത ഇല്ലാതായി പോയേക്കും. അപ്പൊ ക്വാളിറ്റി ഓഫ് തോട്ട്സിനെ ബാധിക്കുകയാണ്. അത് എവിടേക്ക് പിന്നെ അത് എങ്ങോട്ടാ ബാധിക്കുന്നതെന്നറിയോ? ഹാപ്പിനെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ സന്തോഷത്തെ ബാധിച്ചു. ജീവിതത്തിന്റെ സന്തോഷത്തെ ബാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട, നിങ്ങളുടെ ആത്മഫലത്തിൽ സന്തോഷം നിലനിർത്താൻ ആദ്യം ചെയ്യേണ്ടത് വരുമാനമനുസരിച്ച് ജീവിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒതുങ്ങണം. പിന്നെ നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവം അത് വർദ്ധിപ്പിക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ 12:9 വായിച്ച 2 Corinthians 12:9. അവൻ അവനോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അത് പറഞ്ഞു. പൗലോസിനോട് ദൈവം പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. മതി. നമ്മുടെ സന്തോഷം, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളിൽ ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയാൽ ആർക്ക് നമ്മുടെ സന്തോഷത്തെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും? അപ്പോസ്തലനായ പൗലോസിന് ആ വിഷയത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് 3 വട്ടം പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും ഒരു മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയാണ്, എന്റെ കൃപ നിനക്ക് മതി. ആ പ്രശ്നം, ആ പ്രോബ്ലത്തിന് ഒരു ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ വന്നു. ഒരു മൊമെന്ററി സൊല്യൂഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലെ പരിഹാരമല്ല. ഇത് ലോങ് ലാസ്റ്റിംഗ്. ഇനിയും അപ്പോസ്തലനായ പൗലോസ് മരിക്കുന്ന ദിവസം വരെ ഈ വിഷയത്തിൽ ടെൻഷനില്ലാതെ ജീവിക്കാൻ പോവാം. ദൈവത്തിൽ നിന്ന് അത് കിട്ടിയത്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന്. വേറെ എങ്ങൊന്നും അത് കിട്ടത്തില്ല. അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെയാണ്? അദ്ദേഹം മരിക്കുന്ന ദിവസം വരെ ഇനി ഈ പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്നില്ല. അലട്ടുന്നുണ്ട്, പക്ഷേ അത് പ്രശ്നമല്ല അദ്ദേഹത്തിന്. ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ, കൃപ, ദൈവത്തിന്റെ കൃപ. ഇതിനെയാണ് മുമ്പേ പറഞ്ഞ ചിലർ ചീപ്പാക്കി കളഞ്ഞു. ഈ രീതിയിലൊക്കെ ഇതിനെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ബോൺഹോഫർ പറഞ്ഞത്, ഇത് കോസ്റ്റ്ലിയാണ്, ഇതിന് വില കൊടുക്കണം. ജീവിതം കൊണ്ട്, അപ്പോസ്തലൻ കണ്ടോ, ജീവിതം കൊണ്ട് വില കൊടുത്തേക്കുക. കോസ്റ്റ്ലി ഗ്രേസ്. യൂത പറയാണ്, ചിലർ ഇത് ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി നുഴഞ്ഞു കയറിയവരാണ് അവര്. ഒരു സഭയിലോട്ട് എങ്ങനെയാ വരണ്ടേ? കഥ തുറന്നിട്ടിരിക്കുന്നുണ്ട്, ഓടിക്കേറി ഇതി വന്നിരുന്ന സഭയിലാകൂ. സഭയിലോട്ട് വരുന്നതിന് വേദപുസ്തകത്തിൽ ഉണ്ട്, രക്ഷിക്കപ്പെടണം, ദൈവസഭയിൽ അംഗമാകണമെങ്കിൽ. കഥ തുറന്നിട്ടേക്ക കയറി വന്നിരുന്നു, അതുകൊണ്ട് അംഗമൊന്നും ആയില്ല. നുഴഞ്ഞു വന്നവരാ. അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവര് പിന്നെ താഴോട്ട് നിങ്ങൾ വായിച്ചാൽ മതി, അവരെന്തൊക്കെയാ ചെയ്ത് കൂട്ടിയേക്കുന്നത്. നിലത്തെ വരെ അവർ നിഷ്ഫലമാക്കിയവരാ. ഒരുപാട് യൂതയുടെ ലേഖനം പഠിച്ചോണം കേട്ടോ. ഏറ്റവും നല്ലതായിട്ട് പഠിക്കുക. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ നോക്കൂ, ദൈവകൃപയിൽ
ശരണപ്പെട്ട് ജീവിതത്തെ വളരെ അസ്വസ്ഥമാക്കിയ ഒരു വിഷയത്തിന് മറുപടി പ്രാപിച്ചു. നമുക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് ചിന്തിക്കരുതേ. പ്രാർത്ഥിച്ച ദിവസം തന്നെ മറുപടി ഉണ്ട്. പക്ഷേ ഇത് വൈകുന്നതിന്റെ കാരണം ഇത് ഏറ്റെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലല്ല മറുപടി മുന്നിൽ. ഇതൊരു വലിയ ടെൻഷനാണ് ലൈഫിൽ. ഉദ്ദേശിച്ചതുപോലെയല്ല മറുപടി മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് മാറാൻ മറുപടി എന്റെ കൃപ പോരെ നിനക്ക്. അത് സ്വീകരിക്കാൻ പ്രയാസമല്ലേ? വീണ്ടും അടുത്ത 40 കൂടെ മാറാൻ. ഈ 40 കഴിയുമ്പോഴും ഇതേ ഡയലോഗാ, എന്റെ കൃപ പോരെ നിനക്ക്. പിന്നെ 40. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, പോട്ടെ, അവന്റെ ഇഷ്ടത്തിന് പോട്ടെ, പണ്ട് രാജാവിനെ തെരഞ്ഞെടുത്ത പോലെ. അത് പക്ഷെ സുഖവും സന്തോഷമാണെന്നൊക്കെ തോന്നും. വഴി വിശാലമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകർ. അവരെവിടോട്ടാ പോകുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? തീ കൊണ്ട് അവർ ഉപ്പിടും, മൂടും. തീ വിശാലതയാൽ. അതിൽ പണ്ടൊരാൾ ചോദിച്ച്, ഉപദേശി നരകത്തിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. പോകുന്ന പോലെ അങ്ങ് പൊക്കോളാൻ, അവിടെ ചെന്ന് അവസാനിച്ചോളൂ, വേറെ ഒന്നും ചെയ്യണ്ട. നല്ല മറുപടിയായിരുന്നു അല്ലേ? പോകുന്ന പോലെ അങ്ങ് പൊക്കോ, അവസാനം അവിടോട്ടാ പോവും, വേറെ ഒന്നും ചെയ്യണ്ട പ്രത്യേകിച്ച് ഇനി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നൊന്നും ഇനി ആരും പറഞ്ഞേക്കല്ലേ. പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയുണ്ട്. പക്ഷെ ഈ മറുപടി സ്വീകരിക്കാനായിട്ട് നമുക്ക് വയ്യാത്തതാ വിഷയം. ചില മറുപടികൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ, എനിക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം നമ്മുടെ അതിമോഹമാണ്. ഒന്ന് നമ്മുടെ അതിമോഹം, 2 വിഷാദം. ഗെത്സമനത്തോട്ടത്തിൽ ഭയങ്കര പ്രാർത്ഥന നടക്കുക, വിയർപ്പ് തുള്ളിയൊക്കെ എന്തായിട്ടാ പോകുന്നത്, ഭയങ്കര പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥിച്ച് താഴോട്ട് വന്നപ്പം അവിടെ ഒരു പദമുണ്ട്, ശിഷ്യന്മാർ വിഷാദത്താൽ ഉറങ്ങി. വിഷാദത്താൽ ഉറങ്ങി. ഇനിയും ഫിലിപ്പി ലേഖനം 1:4 വായിച്ചേ. സന്തോഷം അടുത്ത് നിലനിർത്താനുള്ള മാർഗം. അപ്പം തൃപ്തിയോടെ ജീവിച്ച സന്തോഷമുണ്ട്. ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ ദൈവം പറയുമ്പോൾ അത് അതേപടി അനുസരിച്ച് ജീവിച്ചാൽ സന്തോഷമുണ്ട്. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും. അപ്പോൾ ആത്മഫലത്തിന്റെ അടുത്തൊരു പ്രത്യേകത, പ്രാർത്ഥനയിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. സന്തോഷത്തോടാ പ്രാർത്ഥിക്കുന്നത്. എന്താ മക്കളെ? ഏതാ വായിച്ചത്? 1:4 അല്ലേ? അതാ. പിന്നെ ആരാ 4:1 ആ തിരിഞ്ഞു പോന്നതാ. ഫിലിപ്പി ലേഖനം 14:1 പറഞ്ഞില്ലല്ലോ. അല്ല, ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരെ. ഇന്ന് ഇവരെല്ലാം ഹാർഡ് വർക്കായിരുന്നു. ഞാനാണെ മേളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ജനൽ വഴി നോക്കുമ്പോൾ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ പയറ് പോലെ നിൽക്കുന്നത്. കൊച്ചു പെൺപിള്ളേരും ഇവിടെ നിന്നെങ്കിലും പോയില്ല. അവരെല്ലാം ഇന്ന് ഹാർഡ് വർക്കായിരുന്നു. പാസ്റ്റങ്ങളോട് പറയണം കേട്ടോ, ഇതിന് എന്തെങ്കിലുമൊക്കെ നല്ല കട്ടിക്കുള്ള മേടിച്ചു തരാൻ കഴിക്കാൻ. അപ്പോൾ 4:1 വായിക്കും, സന്തോഷത്തോടെയുള്ള 1:4 ഫിലിപ്പി ലേഖനം 1:4. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതല്ലേ വാക്യം? അതല്ലേ? അത് ട്രാൻസ്ലേഷൻ മാറുമ്പോ കാണും. അപ്പോൾ പ്രാർത്ഥിക്കുക. അതെങ്ങനെയാ? ആത്മഫലത്തോടെ ജീവിക്കുന്നവർക്ക് പ്രാർത്ഥന എങ്ങനെയാ? സന്തോഷത്തോടെ തന്നെയാ പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കൂ. സന്തോഷം, വിശ്വാസം, പ്രത്യാശ, ഇതൊക്കെ പ്രാർത്ഥനയിൽ വേണം. കുറെ മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുക. ഒരാൾ 1 മണിക്കൂർ പ്രാർത്ഥന തികയ്ക്കുക, 50 മിനിറ്റും അങ്ങ് ഉറങ്ങുമായിരുന്നു. 10 മിനിറ്റ് ഉണർന്നപ്പോ ഏതാണ്ടൊക്കെ പറഞ്ഞ്. അത് പ്രാർത്ഥനയല്ല കേട്ടോ. പിന്നെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ
ചുമ്മാ അതങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നും. ഒരു മോഡലേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക്, അങ്ങ് ആവർത്തനം എപ്പോഴും. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിയില്ലേ? സ്വന്തം ജീവിതത്തിന് വിഷയവും മറ്റുള്ളവർക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും ഒക്കെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ എല്ലാരെയും സ്നേഹിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടവരെല്ലാം പിശാചാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റൂ? എല്ലാവരെയും സ്നേഹിച്ചാലല്ലേ സന്തോഷത്തോടെ മധ്യസ്ഥത അണയ്ക്കാൻ പറ്റും. അതല്ലേ കർത്താവ് പറഞ്ഞേ? പൂർവന്മാരോട് അരുളി ചെയ്തിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്ന ഒരു പുതിയ വ്യവസ്ഥ, അത് ഗിരിപ്രഭാഷണത്തിലെയാണ്. ശത്രുവിനെ സ്നേഹിക്കും. ഇത് മണ്ടത്തരമാണോ? ഇതാണ് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം. ഇപ്പൊ ഞാൻ ഈ ജോബി പാസ്റ്ററെ ആക്രമിച്ചാൽ അടുത്ത 2-3 ശത്രുക്കൾ എനിക്കുണ്ടാവും. അദ്ദേഹത്തിന്റെ ഭാര്യ, പിള്ളേര്. എവിടെയും ഇട്ടനെ എനിക്ക് പകരം വീട്ടാൻ അവർ നടക്കും. പുതിയ ശത്രുവിനെ ഞാൻ ഉണ്ടാക്കി. എന്നാൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ച് സമാനത്തോടെ ജീവിച്ചാൽ ശത്രു ഇല്ല. അതാ കർത്താവ് പറഞ്ഞ അവരെ സ്നേഹിച്ചേക്കാൻ. മണ്ടനായതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ? പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? പൂർവ്വ വൈരാഗ്യം, പെട്ടെന്നുണ്ടായ വൈരാഗ്യം, പെട്ടെന്നുണ്ടായ ദേഷ്യം, ഇതിലൊക്കെ എത്രയോ കാര്യങ്ങളാണ് നടക്കുന്നത്. ക്ഷമയില്ലാത്ത നിമിത്തം വണ്ടി കഴുകിയതിന്റെ പേരിൽ പ്രശ്നം, വെള്ളം തെറിപ്പിച്ചതിന്റെ പേരിൽ പ്രശ്നം, 1-2 വാക്കൊക്കെ പറഞ്ഞ് തീരാവുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളിൽ അവസാനിക്കുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, അവിടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്നേഹം വേണം. അവിടെയും സ്നേഹം വരിക, വീണ്ടും സ്നേഹം വേണം. അതാണ് ആത്മബലത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, സ്നേഹം വേണം. എന്റെ മോന് A+ കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ പേര് ഓർത്ത് അവന്റെ മോന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് സൗണ്ട് കുറഞ്ഞു പോയി. അതെന്ത് സന്തോഷത്തിന്റെ പ്രാർത്ഥന! ഇനി ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം കൂടെ അങ്ങ് പറയാം. വലിയ മധ്യസ്ഥ പ്രാർത്ഥനകൾ കാണും. അപ്പൊ നമ്മളിങ്ങനെ പറയുകയാണ്, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറെ ദേശമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ആരോ ഒരാൾ പ്രാർത്ഥിക്കുന്നു, കുറെ പേരൊക്കെ ചുമ്മാ ഫാനും നോക്കി അങ്ങോട്ട് നോക്കുന്നു. ചിലർ ഗ്ലോറി പറയുന്നു, ചിലർ ചുമ്മാ തറയെ നോക്കിയിരിക്കുന്നു. നമ്മുടെ ആരുമല്ലല്ലോ. ഏതോ ഒരു വീട്ടുകാരന്റെ ആരാണ്ടൊക്കെ അവിടെ ഉണ്ട്. അവരിച്ചിരി ശക്തിപ്പെടുന്നുമുണ്ട്. കാര്യം അവരുടെ ആൾക്കാർ അവിടെ കിടപ്പുണ്ടല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ സഭയിലെ ഒരു പേര് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ US ഫയൽ ചെയ്തിരിക്കുന്ന വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അന്യഭാഷ. അതെന്ത് ഉണർവാ? അത് ആദ്യത്തെ പ്രാർത്ഥനയല്ലേ? അവരൊന്നും മനുഷ്യരല്ലേ? പെട്ടെന്ന് അപ്പൊ ഇവർക്കും സൗഹൃദമുള്ള കുറെ പേര് പെട്ടെന്ന് ഏറ്റി പിടിച്ചത്. അപ്പൊ പിന്നെ നിൽക്കുന്ന പാഷനും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പുള്ളിയും കൂടെ ഇതിനൊന്ന് അനുകൂലപ്പെട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് കൃപയില്ലെന്ന് പറഞ്ഞു കളയും. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥനയല്ലേ? നിങ്ങൾ തന്നെ നോക്ക്, നിങ്ങളെ നോക്ക്. നിങ്ങൾക്ക് ഈ ആത്മബലത്തിന്റെ ഭാഗമായ സന്തോഷം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ഒരു കവർണ്ണഭൂമിൽ വെച്ച് ഒരു ശതാധിപൻ യേശുവിനെ കണ്ടു. അവൻ വന്നത് രോഗിയുടെ വിവരം പറയാനാ. അത് യേശുവിനോട് പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി യേശു വെളിപ്പെട്ടിരിക്കുക. അപ്പൊ ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന മോള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാത്രി. ആ മകളുടെ മുമ്പിൽ യേശു വെളിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് യേശു അവളോട് ചോദിക്കുക, പറ മോളെ, ആ ദൈവാസന് വേണ്ടി എന്ത് ഞാൻ ചെയ്തു കൊടുക്കണം? അവൾ അവിടെ കാര്യം പറയൂ, എന്റെ കാര്യം പറയൂ. യേശു മുൻപിൽ നിൽക്കുകയല്ലേ എന്തും ചെയ്തു തരാനായിട്ട്. എന്നെയൊക്കെ അങ്ങ് മറന്നുപോകും. അതാണ് മനുഷ്യൻ പൊതുവെ. അപ്പോൾ ശ്രദ്ധിക്ക്, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും നിങ്ങൾ എത്രത്തോളം ശരിയാണെന്ന്. ആ മനോഭാവത്തിൽ അറിയാം. അത് പ്രകടമാക്കി കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക ലോകത്തെ തെളിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളിൽ. അത് ഞാൻ അറിയത്തില്ല, നിങ്ങൾ അറിയുന്ന വസ്തുതയാണ്, യാഥാർത്ഥ്യം.
അതുകൊണ്ട് സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം ഉണ്ടല്ലോ, കർത്താവ് ഇങ്ങനെ വന്ന് കയ്യെ പിടിച്ചിരിക്കുന്നില്ല, ഇതിനെല്ലാം ഉള്ള ക്വാളിറ്റി നമുക്ക് തന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മളിൽ ഉണ്ടെന്ന്, നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ട്. ഇതിന് പുതിയതായിട്ട് നീ എങ്ങും ഒന്നും പോകണ്ട. കർത്താവ് വിളിച്ചപ്പോ ഈ ശ്രേഷ്ഠമായ എല്ലാ നന്മയും നൽകിയേ വിളിച്ചേക്കുന്നത്. ഇതൊന്ന് ചെയ്യാൻ തീരുമാനിച്ചാണ്. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കൂ. സന്തോഷത്തോടുകൂടിയുള്ള പ്രാർത്ഥന. പത്രോസിന് 1 പത്രോസ് 1:8 വായിച്ചു. ഈ സന്തോഷം അടുത്തത് എവിടെയാണെന്ന 1 പത്രോസ് 1:8. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു തീരാത്തതും പിന്നെയോ മഹിമയുള്ളതുമായ സന്തോഷം. അതാണ് ഈ ആത്മനിറവും ആത്മഫലത്തിൽ നിന്നുമുള്ള സന്തോഷം. ഇത് പറഞ്ഞു തീരാതിരിക്കുന്നതിന്റെ കാരണം ഇത് ദൈവവുമായിട്ട് ബന്ധമുള്ളതാ. ഇല്ല, പണ്ട് സഭാപിതാക്കന്മാർ ഇതിൽ പോളിക്കാർപ്പാന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു വരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴദ്ദേഹം പറഞ്ഞ, കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ ഞാൻ യേശുവിനെ സേവിച്ചു. അരുമനാഥനായ ക്രിസ്തു ഒരിക്കൽ പോലും എന്നോടൊരു തിന്മ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്ത തിന്മകളൊന്ന് പറഞ്ഞേ, എണ്ണി ഒന്ന് പറഞ്ഞേ. ഈ രാത്രി മൊത്തം എന്നെ നിർത്തി പറഞ്ഞു കേൾപ്പിക്കാനുണ്ടോ? നന്മയാണേ ഈ രാത്രിയും പോരാ, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. വെള്ളം എന്നാ പറഞ്ഞേ. ആലോചിച്ച് നോക്കിയേ. അതാ പറഞ്ഞ മഹിമയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം വേറൊരാള് കാണുമ്പോൾ ആ ആൾക്ക് ഈ സന്തോഷത്തിലേക്ക് വരാനുള്ള ദാഹം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. മഹിമയുള്ള സന്തോഷം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട രാജാവ് രാവിലെ വന്നപ്പം ദാനിയേലിനെ കണ്ടത് ഈ സന്തോഷത്തോടാ. മഹിമയുള്ള സന്തോഷം. ബാക്കി ആർക്കും അങ്ങനെ ഒരു സന്തോഷം ആ നാട്ടിലുണ്ടായിട്ടില്ല. ഇങ്ങനൊരു സന്തോഷം, ഇങ്ങനൊരു ധൈര്യവും ആ നാട്ടിൽ ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദൈവഭൃത്യര് ഈ മഹിമയുള്ള സന്തോഷവും ധൈര്യവും അവരെല്ലാം ആത്മാവിന്റെ താല്പര്യം, ദൈവാത്മാവിന്റെ താല്പര്യം അനുസരിച്ച് ഈ ലോകത്ത് ജീവിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. മഹിമയുള്ള സന്തോഷം കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ അന്നു മുതൽ ഇന്ന് വരെയും എത്രയോ ഭക്തന്മാർ അവരുടെ ജീവിതത്തിന് നേരെ കയറി വന്ന പല പ്രതിസന്ധികളുടെയും സമ്മർദ്ദങ്ങളുടെയും നടുവിൽ ഈ സന്തോഷം ഉപയോഗിച്ചവരതിനെ നേരിട്ടു. ഞാൻ പറഞ്ഞ താഴോട്ട് വരുന്നുണ്ട്. ബൈബിളിൽ തന്നെ ആളുകളുണ്ട് നേരിട്ടവർ. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു പരാതിയില്ലായിരുന്നു. എബ്രായ സഭയിൽ അങ്ങനെ ചില വിശ്വാസികളുണ്ടായി. ഒരു പരാതിക്കാരും ഈ മഹിമയുള്ള സന്തോഷം കെട്ടുപോയവരുണ്ടായി. അപ്പൊ അവര് ലേഖകൻ പ്രബോധിപ്പിച്ചു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൂരും. അവരെ ലേഖകൻ വീണ്ടും പ്രബോധിപ്പിച്ചു, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലാവുന്നു? അവിടെ ആ ഭാഗം നിർത്തുന്നു. ഇനി 3-ാമത്തത് നമ്മൾ ആ ആത്മഫലത്തിൽ വായിക്കുന്നത് എന്താണ്? സമാധാനം. നമുക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ? സമാധാനം, പീസ്. സമാധാനം എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, സമാധാനം എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു ചെറിയ ഡെഫിനേഷൻ എഴുതിക്കോ.
ദൈവവും നാമും തമ്മിലുള്ള ശരിയായ ബന്ധമാണ് ശരിയായ സമാധാനം. ദൈവവും നാമും തമ്മിലുള്ള ശരിയായ ബന്ധമാണ് സമാധാനം. പറഞ്ഞാൽ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ശരിയാണെങ്കിൽ സമാധാനമായിരിക്കും. ചിലരൊക്കെ അങ്ങനെ വലിയ ബന്ധമുള്ളവരുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പം ഒരമ്മച്ചിയെ കണ്ടു. അപ്പൊ ആ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിക്കിട്ടിരിക്കുന്നു. ഇച്ചിരി പ്രായമുള്ള ഒരു അമ്മച്ചിയെ, നല്ല വൃത്തി. അപ്പൊ ആ അമ്മച്ചിയുടെ മകളും ഒക്കെ എന്നെ അവിടെ കൊണ്ടുപോയി. നല്ല വൃത്തിക്കിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല വൃത്തി, വീടിനകവും പരിസരവും ഒക്കെ നല്ല വൃത്തി. ഞാൻ ഈ അമ്മച്ചിന്റെ അടുക്കൽ വന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ച്, അമ്മച്ചി ഒറ്റയ്ക്കാണോ ഇവിടെ അതോ ആരെങ്കിലും ഉണ്ടോ? പുള്ളിക്കാരി പറഞ്ഞു 4 പേരാ. ഞാൻ ചോദിച്ചു എവിടെയാ ബാക്കിയുള്ളവര്? കാണുന്നില്ലേ, മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചു. ആ അമ്മച്ചി ഒറ്റയ്ക്കാ. പക്ഷെ അവര് ഈ 4 പേര് പറഞ്ഞെങ്ങനെയാണെന്ന് അറിയാം, പിതരോ പുത്ര പരിശുദ്ധാത്മ പ്ലസ് അമ്മച്ചി. ഞാൻ വിചാരിക്കുകയായിരുന്നു, വലിയ വലിയ ദൈവശാസ്ത്രം പഠിച്ചിട്ടിരിക്കുന്ന ഞാൻ ലോകോത്തര മണ്ടനായിട്ട് അവിടെ ഇരുന്ന് പോയി. എന്റെ ചോദ്യം ഒരാളെ ഉള്ളതെന്ന്, സമാധാനത്തോടുള്ള ജീവിതം ബന്ധം ശരിയാക്കി വെച്ചേക്കുക. പരിഭവങ്ങളേ ഇല്ല, പരാതികളില്ല, ഒന്നിനെ കുറിച്ച് ഒരാവലാതി ഇല്ല. നമുക്കൊക്കെ സമാധാനം ഉണ്ടോന്ന് അറിയണം. ഈ പിള്ളേർ ആരാണ്ടൊക്കെ 10ല, ഇവന്മാർക്കുള്ളതിനേക്കാളും ആദിയ അച്ഛനും അമ്മയ്ക്ക്. പരീക്ഷ എന്നുള്ള പാന്ന് കേൾക്കുമ്പം ഇവരെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരണം. അവന്മാർക്ക് അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി അവന്മാരെയും കൂടെ അങ്ങ് ടെൻഷനാക്കും. പയ്യനാണെങ്കിൽ ക്രിക്കറ്റ് കളിയുടെയൊക്കെ സീസണാ. അവനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ട്യൂഷന് പോടാന്ന് പറഞ്ഞ തല്ലി. അവൻ മൊബൈൽ എടുത്തോണ്ടാ പോയെ. അവിടെ ട്യൂഷന് പോയെന്ന് പറഞ്ഞ് മരച്ചോട്ടിയിരുന്നു അത് കണ്ട് ഓൺലൈനിൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന TV മാത്രമല്ല ഈ സാധനമൊക്കെ കേട്ടോ. 100-100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്താൽ അതിന്റെ ആ 1.5 GB 2 GB ഒക്കെ കിട്ടുമല്ലോ. 150-200 ഒക്കെ കൊടുത്താ, 300 ഒക്കെ കൊടുത്താ മൊബൈലിൽ കാണാം ഇതെല്ലാം. അങ്ങനൊന്നും പോകരുത് കേട്ടോ. ട്യൂഷന് പോവാണെ ട്യൂഷൻ തന്നെ പൊക്കണം. ഇനിയിപ്പോ അങ്ങ് കളിയുടെ സീസൺ. ഇന്ന് ഞാൻ പേപ്പർ നോക്കുമ്പോൾ 2020 വരുന്നുണ്ട്, കോപ്പ അമേരിക്ക വരുന്നുണ്ട്, യൂറോ കപ്പ് വരുന്നുണ്ട്. എല്ലാം ഈ ജൂലൈ വരെയുണ്ട്. 3 എണ്ണം ഒരുമിച്ച്. ചിലർക്കൊന്നും ഉറക്കമൊന്നും കാണത്തില്ല. അതൊക്കെ ഇഷ്ടമുള്ളവര് അങ്ങനെ ഉണർന്നിരിക്കും. എന്താ മോനെ, നീ ഏതാണ്ട് പറഞ്ഞല്ലോ എന്നോട്, പറക്കളച്ചിരുന്നായിരുന്നു കഴിഞ്ഞ വർഷം പരീക്ഷ തന്നു. ഈ വർഷവും ഇരിക്കും. ആ ഈ വർഷം അതിലൊക്കെ ഉള്ളവരുടെ 2 ഭൂഖണ്ഡത്തിന്റെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഇപ്പൊ സമാധാനത്തിന്റെ സ്റ്റെപ്പ് നമ്മൾ പഠിക്കുകയാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ശരിയാണെങ്കിൽ സമാധാനം. ദാവീദ് പറയാണ്, യഹോവ എന്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. പിന്നെ പറയുന്ന ആ ഓരോ വാക്കും നോക്കിക്കേ, ആ എല്ലാ വാക്കിലും സമാധാനത്തിന്റെ ജീവിതമാണ്. പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം, പ്രാണനെ തണുപ്പിക്കുന്നു, കൂരുകൾ താഴ്വരയിലൂടെ നടന്നാലും അനർത്ഥം ഭയക്കുന്നില്ല, വടിയും കോലും, അങ്ങനെ പല കാര്യങ്ങൾ ആശ്വസിപ്പിക്കുന്നു, സഹായിക്കുന്നു. അവസാനമോ ശത്രുക്കൾ കാണുകെ മേശ ഒരുക്കുന്നു. ഇംഗ്ലീഷിൽ സങ്കീർത്തന വ്യാഖ്യാനത്തിന്റെ ഒരു നല്ല പുസ്തകമുണ്ട്, ട്രഷറി ഓഫ് ഡേവിഡ് എന്നാണ്. സ്പർജൻ എഴുതിയതാ. നല്ല ഉണ്ടോ ദൈവാസന്റെ? നല്ലതാ അത്. ഇംഗ്ലീഷിലത്. സ്പർജൻ പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലെ പ്രസംഗികളൊക്കെ എഴുതിയാൽ ചിലപ്പം വായിക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനല്ല സ്പർജന്റെ പ്രസംഗവും പഠിപ്പീരും ഒക്കെ. അപ്പോൾ അതിലെ ഈ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നത്, അതിൽ ഞാൻ ഈ സാംസ് 23 ഒരുപാട് ആളുകൾ ഇന്റർപ്രിട്ടേഷൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ബുക്കുണ്ട്, 23
ആ സാംസ് 23 ഈ ഒരു ആ ഒരു വേർഡ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ തന്നെ ഒരു 150 പേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോ അതിലൊരു ഭാഗം, ഈ ശത്രുക്കൾ മുമ്പാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു, അതിനെക്കുറിച്ച് ആ ഓദർ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം. അന്ന് ഈ ആട്ടിടയന്മാരൊക്കെ ആടുകളുമായിട്ടൊക്കെ പോകുമ്പോൾ ഈ ആടുകളെയൊക്കെ തിന്നാൻ കൊതിയുള്ള ചെന്നായ്ക്കളുണ്ട്, അതൊക്കെ മറഞ്ഞിരിക്കും പലയിടത്തും. ഓരോ കൊഴുത്താടുകളെ കാണുമ്പോഴും ചാടി വീണ് പെടലിക്ക് പിടിച്ച് കടിച്ച് കൊന്ന് എന്റെ രക്തവും കുടിച്ച് തിന്നാനുള്ള കൊതിയോടെ ചാടാൻ ഒരുങ്ങുമ്പോൾ അവരറച്ചു പുറകോട്ട് നിൽക്കുന്നത് ആരെ കണ്ടോണ്ടെന്നറിയോ? വലിയ ഇടയനെ. ഒരു ഇടയനുണ്ട്. ഈ ഇടയനെ കാണുന്ന ആടുകള്, ഈ ചെന്നായ്ക്കള് പുറകോട്ട് നിൽക്കുമ്പോൾ ഇടയന്റെ ബലത്തിൽ ആടുകൾ വിശപ്പടക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചുറ്റും ആര് കിടക്കുക? നല്ലൊരു തോട്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വായിച്ചപ്പോ. ചുറ്റും നിങ്ങളിങ്ങനെ വളഞ്ഞു നിൽക്കുക, പക്ഷെ ഈ ഇടയൻ നിമിത്തമാണ് ഇവിടെ ഫീസ്റ്റ്. ഇങ്ങനെ നമ്മുടെയും ജീവിതം. നമ്മുടെ ജീവിതം ഇതാ. അല്ലാതെ ആരുടെയും കഴിവും വിദ്യാഭ്യാസവും ശ്രേഷ്ഠതയും കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നവർ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ദൈവകൃപ, ദൈവത്തിന്റെ എത്രയോ സമയം ചിലപ്പോൾ തക്കം പാത്ത് ചാടി, എത്രയോ സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നേരെ എനിക്ക് നേരെ ഒക്കെ ഈ ദുഷ്ടശക്തി ചാടി. ആ ചാടിയതുപോലെ നിന്നു, അല്ലെങ്കിൽ തിരികെ കയറി. എന്തുകൊണ്ടാ? വലിയ ഇടയവൻ. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞേ, എന്റെ ആടുകൾ എന്റെ ശബ്ദം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ആർക്കും അവയെ എന്റെ കയ്യിൽ നിന്ന് ഇടിച്ചു പറിക്കുവാൻ കഴിയില്ല. സ്നാച്ച് എന്നൊരു പദമാണ് എന്ന് പറഞ്ഞ ഈ എന്തുവാ പറയുന്നത്? റാഞ്ചി എടുക്കാൻ. അതാണ് റൂട്ട് വേർഡ്. മലയാളത്തിൽ പിടിച്ചു പറിക്കുക എന്ന് വന്നേക്കുന്നത്. റാഞ്ചി എടുക്കാൻ. നമ്മൾ പണ്ട് ഈ കോഴിയൊക്കെ ഉള്ളവർക്കറിയാം അല്ലേ? ഇപ്പൊ ഈ കോഴി അടവെച്ച് കൊച്ചു കുഞ്ഞു ഇത് അതുമായിട്ടൊക്കെ പോകുമ്പോഴേ ഒരെണ്ണം വരുമല്ലോ റാഞ്ചി എടുക്കുക. എന്തോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേര്? പരുന്ത് ഇല്ലേ? അത് പെട്ടെന്ന് എടുക്കുന്നത്, നിമിഷകരം കൊണ്ട് കഴിയും. ഇങ്ങനെ ആർക്കും എടുക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയുള്ള ഇടയന്റെ കൂടെ നടക്കുന്ന നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ സമാധാനം? ദൈവമക്കളെ, ഈ ആത്മനിർവവും അന്യഭാഷയെ മാത്രം പറയാനല്ല, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം ഇതെല്ലാം. മനസ്സിലാകുന്നോ? സമാധാനം നോക്കൂ. നമ്മുടെ കർത്താവ് ഈ രണ്ട് പേരെ അയച്ചു സുവിശേഷത്തിന്. എന്നിട്ട് കർത്താവിന്റെ പ്രഖ്യാപനം എന്താണെന്ന് അറിയാം? ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആ വീടിന് സമാധാനം എന്ന് പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ വീടിന് സമാധാനവും അനുഗ്രഹവും നിങ്ങൾ ചൊരിയണം. കേട്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവർക്ക് സമാധാനവും അനുഗ്രഹവും ആശീർവദിക്കണം. രാവിലെ പറഞ്ഞതുപോലെ നീ മണ്ടനാണെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. അപ്പോൾ കർത്താവ് പറയണ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മിഷണറിമാരോട് പറയാണ് ആ ഭവനത്തിന് സമാധാനം എന്ന് പറയണം. അപ്പൊ പറയാണ് ആ ഭവനത്തിൽ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ അത് അവന്മേൽ വസിക്കും, അവിടെ ദൈവവേലയും തുടങ്ങും. നിങ്ങളെല്ലാം സമാധാനപുത്രന്മാരായി ഇരുന്നോളണം കേട്ടോ. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ഏരിയയിൽ ദൈവവേല നിങ്ങളെ കൊണ്ടായിരിക്കും. അവിടെ ദൈവവേല തുടങ്ങുക. കർത്താവ് പറഞ്ഞ അവിടെ തന്നെ പാർത്തോളാൻ പറഞ്ഞു. പിന്നെ ഒരു പോളിസിയും കൂടെ കൊടുത്ത് ആ മിഷണറിമാർക്ക്, വീട് തോറും കയറണ്ട, അവിടെ പാർക്ക്, അവര് തരുന്ന കഴിക്ക്. അപ്പുറത്ത് ചിലപ്പം കബാബ് കാണും, അൽഫാമൊക്കെ കാണും, ഇവിടെ കഞ്ഞിയായിരിക്കും, ഇവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. പോരുതെന്ന് പറഞ്ഞങ്ങോട്ട്. എന്ത് നല്ല പോളിസിയില്ലേ? ഇത് ആര് പാലിക്കുന്നു? അതാ വിഷയം. മിഷണറിമാർക്ക് കൊടുത്തതാ. എന്നിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടാ, ഞാനും ശ്രദ്ധിക്കണം. അടുത്ത അപകടവും ഭയാനകവുമായ ഒരു പ്രഖ്യാപനം. അങ്ങനെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പൊക്കോ. ആ വീടിന്, ആ ദേശത്തിന് സോദോമിനേക്കാളും ഗോമരേക്കാളും വഹിയാതാകുമെന്ന്.
സോദോം ഗൊമോര തന്നെ നമുക്ക് മനസ്സിലായി. അതിനപ്പുറമായിരിക്കും ഇത് ഈ തിരസ്കാരം. കർത്താവ് പറഞ്ഞതാ, ഞാനൊന്നും പറഞ്ഞൊന്നുമല്ല. ഇപ്പൊ സമാധാനം, ഇനിയും ഗിരിപ്രഭാഷണത്തിന് സമാധാനം ഉണ്ട് കേട്ടോ. ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്. ചിലർ വായിക്കത്തും സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. അങ്ങനെ ഒരു റെഫറൻസ് ബൈബിളിലില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ എന്നാ. അത് വയ്യാത്തതുകൊണ്ടാ ഇങ്ങനെ വായിച്ചത്, സമാധാനം ഉണ്ടാകുന്നവർ. മറ്റേത് വയ്യ. ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ, പീസ് മേക്കേഴ്സ്. ഇപ്പൊ നല്ല ബന്ധം, ദൈവമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിച്ച് ഇതിനൊക്കെ കഴിയും. സമാധാനം പിന്നെ നമ്മുടെ ലൈഫേ സമാധാനമല്ലേ, നമ്മുടെ സഹകരണ സമാധാനമല്ലേ, നമ്മുടെ സംഭാഷണ സമാധാനമല്ലേ, നമ്മളിൽ നിന്ന് സുവിശേഷ വില തുടങ്ങുകയല്ലേ. അതല്ലേ ആ വീടിനെ കുറിച്ച് പറഞ്ഞത്, അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ അവൻ മേൽ വസിക്കും, അവിടെ തുടങ്ങുന്നു ദൈവരാജ്യ പ്രവർത്തനം. മിഷണറിമാരെ വേറെ എങ്ങോട്ടും പോണ്ട, അവിടെ തുടങ്ങി, ഇതതിന് യോഗ്യമാന്ന് പറഞ്ഞു. ഈ വീട് കർത്താവിന്റെ പഠിപ്പീര. ഇനി അവര് വരുമ്പോഴും ഉണ്ട്, ഈ സമാധാനം ആചരിക്കുന്നവര് നീതിയുള്ളവരാ. അവരോട് പറഞ്ഞു, പൊക്കടം എടുക്കണ്ട, ചെരുപ്പ് വേണ്ട, ആരെയും എന്ത് ചെയ്യണ്ട, വന്ദനവും ചെയ്യണ്ട. അങ്ങനെ പറയാൻ കാരണമുണ്ട്, അക്കാലത്ത് വലിയ പ്രമാണിമാരും ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ധനാഠ്യന്മാരും ചെരുപ്പ് വിട്ട് മണി വായിക്കും ഒക്കെ ആയിട്ട് റോഡ് സൈഡിൽ നിന്ന് പാവപ്പെട്ടവരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, വന്ദനം പിടിച്ചു വാങ്ങും. നിങ്ങൾ ആരെയും വന്ദനം ചെയ്യണ്ട എന്ന് പറ. നിങ്ങൾ പിന്നെ ഇതൊന്നും ഇല്ലാത്തവരായി പോകും. കാരണം എന്താണെന്നറിയാം, മാർജിനലൈസ്ഡ് ആയിട്ട്, ആർക്കും വേണ്ടാത്ത, ആരും അത്ര വില വെക്കാത്ത ചിലയിടത്തോട്ടാണ് നിങ്ങളിപ്പോ പോകുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകാൻ നിങ്ങൾ ഇവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഇവര് നിമിത്തം അവര് പൊറുതിമുട്ടി കഴിയുക. അന്ന് അങ്ങനെയൊക്കെ ആളുകളുണ്ടായിരുന്നു. അവരെ സല്യൂട്ട് ചെയ്യണം മറ്റുള്ളവർ നിർബന്ധിച്ച്. അതിനിവര് ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ടായിരുന്നു. തിരുക്കോണുകളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുക്കണം. ദൈവമല്ല, ജനം പറയണം, ഈ പരീശൻ എന്തോ പ്രാർത്ഥനക്കാരനാ, എന്തോ പ്രാർത്ഥനക്കാരനാ. ചിലരൊക്കെ അവർ സ്വയം അങ്ങ് പറയാ പ്രാർത്ഥനയുടെ അപ്പോസ്തലനാണ്. അങ്ങനെ പറയുന്നതൊക്കെ അപകടമാണ്. അവർ സ്വയം അങ്ങ് പറയാ പ്രാർത്ഥനയുടെ അപ്പോസ്തലനാണ്. ഇതുപോലെ ആര് പരീശന്മാര് പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രാർത്ഥന? അപ്പോ ഒരു പരീശൻ ചോദിച്ചപ്പോൾ മറ്റേ ആള് പേടിച്ചു നിൽക്കില്ലേ മറ്റവൻ, യോ ഇതുപോലൊരു പ്രാർത്ഥന വേറെ ഇല്ല. അത് ശരിയാ പറഞ്ഞു, ഇതുപോലൊരു ഗുണമില്ലാത്ത പ്രാർത്ഥന വേറെ ഇല്ല. അപ്പൊ അടുത്തത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രാർത്ഥന? ഇന്ന് ഉപയോഗിച്ച പദമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞ്, പാസ്റ്ററെ ശുശ്രൂഷ ചെയ്താൽ പോരെ, അഭിപ്രായം അന്വേഷിക്കണമെന്ന്. എന്റെ കാരണം പറഞ്ഞത്, ഒരാൾ ശുശ്രൂഷ ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറയുക, ഇതൊന്നും അല്ല, ഇതിനപ്പുറം ഉണ്ടെന്ന്. അപ്പൊ ആൾ എന്നോട് പറയുക, എന്തു വർത്തമാനോ പാസ്റ്ററെ സംസാരിച്ച്? ഇതൊക്കെ എന്താണെന്നറിയോ, സെൽഫ് സെന്റേർഡാ. നമ്മൾ നമ്മുടെ തന്നെ മഹത്വം അന്വേഷിച്ച് നടക്കുക. യേശു പറയുകയാണ്, ഇതൊന്നും വേണ്ട, നീ ഇതൊന്നും ഇല്ലാതെ അങ്ങ് പോ. നീ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത കുറെ മനുഷ്യരുടെ ഇടയിലേക്ക് നീ പോവുക. ഇവരെ മൈൻഡ് ചെയ്യണ്ട, ഇവരോട് വലിയ യാത്രയൊന്നും ചോദിക്കണ്ട, ഇവരുടെ താളത്തിന് തുള്ളണ്ട, അവരുടെ അടുക്ക സമാധാനം പറയാൻ ഇവർക്ക് വേണ്ട, അവരോട് സമാധാനം പറയാൻ. എന്നിട്ട് പിന്നെ ഒരു സമയത്ത് കർത്താവ് ചോദിച്ചു ഇവരോട്, അങ്ങനെ പോയിട്ട് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? അപ്പൊ അവർ മറുപടി എന്തായിരുന്നു? ഒരു കുറവും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇനി ദൈവത്തിന്റെ ചില സ്വഭാവങ്ങൾ നമ്മൾ വായിക്കാം, സമാനത്തോടുള്ള ബന്ധത്തെ. റോമാലേഖനം 15:33. വായനക്കാരി ഉറങ്ങിയത്. 15:33. സമാധാനത്തിന് ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അത് എന്ത് നല്ല ഭംഗിയുള്ള റെഫറൻസ്. അവസാനം പറഞ്ഞതും രസമല്ലേ, ആമേ. എങ്ങനത്തെ ദൈവം? സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാട്ടെ. അപ്പൊ നിങ്ങളോടുകൂടെ ആരുണ്ട്? സമാധാനത്തിന്റെ ദൈവമുണ്ട്. നിങ്ങൾക്ക് ആ ദൈവത്തോട് സമാധാനം ഉണ്ടോ? അത്രമാത്രം അറിഞ്ഞാൽ മതി.
മനസ്സിലാവുന്നോ പറയുന്നത്? സമാധാനത്തിന്റെ ദൈവം. ഇതൊക്കെ പറയുമ്പം ജോപാർഷം ഞങ്ങളും ഒക്കെ പഠിച്ച അക്കാലം ഇതൊക്കെ പറയാൻ നമ്മളെ പോലെ സമാധാനമുള്ള ഒരു സമയമേ അല്ല. നമ്മളിങ്ങനെ എ സിക്കകത്ത് ഇരുന്ന് ഇങ്ങനെ കേൾക്കുമല്ല. ഇങ്ങനൊന്നും പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം നോക്കിയേ, മഗ്ദല മറിയെ നോക്കിക്കേ, രാവിലെ വരുക. എന്തിനാ വരുന്നത്? യേശുവിന്റെ ഡെഡ് ബോഡിക്ക് അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ആ സ്ത്രീ വരുക. അവര് വരുമ്പോൾ ബോഡിയില്ല. അന്ന് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ അവരവിടെ അറ്റാക്ക് വന്ന് ചാവും. കാര്യം, ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റും എന്ന് നേരത്തെ ഇവര് മറ്റേ ഭരണാധികാരിയോട് എതിരാളികൾ ചെന്ന് പറഞ്ഞ മുദ്ര വെപ്പിച്ചത്. അപ്പൊ മറിയ വന്ന് നിൽക്കുമ്പോ ബോഡിയില്ല, മുദ്രയില്ല, ഒന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും, ഇപ്പൊ ഞാൻ സ്ത്രീകളോട് സംസാരിക്കും, നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്തേനെ? അടുത്തത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ പവറാണത്. ആ മുദ്ര അതില്ല, പൊട്ടിക്കിടക്കുന്നു. അകത്തൊരുത്തൻ ഇല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരല്ല, ആ സഹോദരിയാണെങ്കിൽ എന്തു ചെയ്തേനെ? സഹോദരി അങ്ങനെ വന്നിക്കുകയാണ്. ഓടി രക്ഷപ്പെടണോ, ചത്തു വീഴണോ, എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ആ സ്ത്രീ അവിടെ നിൽക്കില്ലേ? ഇതാണ് റൈറ്റ് റിലേഷൻഷിപ്പ്. റോമക്കാരുടെ പട്ടാളക്കാരെ ഒന്നും അവർക്ക് പേടിയില്ല. ഇപ്പൊ ഒരു സാധു സ്ത്രീ ന്യായപ്രമാണം അരച്ചു കലക്കി പഠിച്ച് ന്യായപ്രമാണത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥം 17 എഴുതിയതല്ല ആ നിൽക്കുന്നേ. സാധു ഒരു സ്ത്രീ. 7 ഭൂതം ഉണ്ടായിരുന്നു, ക്രിസ്തു ദയ കാണിച്ച് ഇറക്കി വിട്ട് ബോധം കിട്ടി. അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ. അവരോടെയില്ല. അവരെ ന്യായമായി ഇനി അടുത്ത നടപടി റോമക്കാര് പിടിക്കും. അന്ന് ഉരുക്കു ഭരണമാ, പിടിക്കും. കാരണം ബോഡി ഇല്ലല്ലോ, മുദ്രയും പോയില്ല. ഇത് ഇവളെ തകർത്താ. CC ക്യാമറയൊന്നുമില്ല കണ്ടുപിടിക്കാൻ. ഇപ്പോഴാണെങ്കിൽ ക്യാമറയുണ്ട്. ഇന്നലെ ഒരു വീട്ടിൽ ഞാൻ ചെന്നിരുന്നപ്പോ ചുമ്മാ എനിക്ക് അങ്ങോട്ട് നോക്കിയപ്പോ ഒരു സാധനം അവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു ക്യാമറയാണോ? പറഞ്ഞ അത് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ക്യാമറ ഇപ്പൊ. അപ്പൊ അതെനിക്ക് മനസ്സിലായി. മൊബൈൽ കൊണ്ട് ആ ക്യാമറ തിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളതാ. ഓൺലൈനിൽ നിന്ന് കണ്ട് മേടിച്ച എന്നിട്ട് പേന. ക്യാമറയാണോ എന്നൊന്നും പേടിക്കണ്ട, പേന തന്നെ. പക്ഷെ ഇങ്ങനെയുണ്ട്. നിങ്ങളല്ലേ നോക്കിയിട്ട് ഇവന്റെ ബട്ടൺസ് എല്ലാം ക്യാമറയാണോ എന്ന്. ഒന്നുമല്ലേ, സാധാരണ ബട്ടൺസ് ഒക്കെ. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ. ശ്രദ്ധിക്കൂ. പക്ഷെ ആ സ്ത്രീയുടെ സമാധാനം കണ്ടു. ദൈവമായിട്ടുള്ള റൈറ്റ് റിലേഷൻ. ഓടിയൊന്നും പോകുന്നില്ല, പേടിച്ചൊന്നും നടക്കുന്നില്ല. റോമക്കാരെന്നെ പിടിക്കുമല്ലോ എന്ന് പറഞ്ഞ് കരയുമല്ല അവിടെ ഇന്ന്. യഹൂദന്മാർ തല്ലിക്കൊല്ലുമല്ലോ എന്നുള്ള പേടിക്ക് എവിടോട്ടേലും നാട് വിടാമെന്നും പറഞ്ഞ് ശ്രദ്ധിക്കുകയല്ല. അതിനുള്ള വഴികൾ നോക്കുകയല്ല. അവിടെ നിൽക്കുന്നു കരഞ്ഞുകൊണ്ട്. കരയുന്നത് ഈ പേടി കൊണ്ടൊന്നുമല്ല. ഇതാണ് ആത്മനിറവിന്റെ ഏറ്റവും ടോപ്പ് അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടോ. ഈ പേടി കൊണ്ടൊന്നുമല്ല കരയുന്നത്, അവളുടെ അരുമനാഥനെ കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകള് മരിക്കും. അപ്പോ കർത്താവിന്റെ ദാസന്മാരെ, എനിക്ക് സമയം തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ആ സമയത്ത് തന്നെ ഇരിക്കും. കണ്ടാ, അങ്ങനെ വിഷമിക്കണ്ട, ഇയാൾ എങ്ങോട്ടങ്ങ് പോവാടാ എന്നൊന്നും ചിന്തിക്കണ്ട. അപ്പൊ കർത്താവിന്റെ ദാസന്മാര് വന്ന് ഫ്യൂണറൽ സർവീസ് നടത്തും, അല്ലേ? ആ ബോഡിയെ പറഞ്ഞു വിടണം. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് നമ്മള് ചില ആളുകളൊക്കെ നല്ലതായിട്ടൊക്കെ കരയും. സ്നേഹത്തിന്റെ ആഴം അനുസരിച്ച് കരച്ചിലൊക്കെ കൂടും. സ്നേഹത്തിന്റെ ആഴം അനുസരിച്ച് കരയുകയും ആ ദുഃഖമൊക്കെ ഒരുപാട് കാണും. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പിഴയായിട്ട് അങ്ങനെ സഹിച്ചതല്ല. എന്നെ വളർത്തി കൊണ്ടുവരാൻ ഒത്തിരി ദാരിദ്ര്യം സഹിച്ച ആളാണ് ഞാൻ. എൻ്റെ അമ്മ ആ ദാരിദ്ര്യം ഞാനും കുറച്ച് സഹിച്ചിട്ടുണ്ട്. ആ ദാരിദ്ര്യത്തിലെല്ലാം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തി പഠിപ്പിച്ചു. കർത്താവ് എന്നെ വിളിച്ചു, ഈ നിലയിൽ എത്തിച്ചു. എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, ജീവനോടൊരുപ്പമുണ്ട്. 81 വയസ്സുണ്ട്. അമ്മയുടെ മരണം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല പലപ്പോഴും. അമ്മ മരിച്ചു കഴിയുമ്പോൾ ജോപാർഷന് പറയാ, അമ്മ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും. അമ്മ എന്ന് പറഞ്ഞൊരു വീടിന്റെ മോന്തായം എന്നാണ് നമ്മൾ പറയുന്നത്. അത് പോയി കഴിയുമ്പോൾ ആ വീടിന്റെ ഷേപ്പേ മാറുക. ഓർക്കും നമ്മുടെ ഇത്. നിങ്ങളെല്ലാം ഓർക്കുന്നില്ലയോ നിങ്ങളുടെ അമ്മമാരെയല്ലേ? ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വന്നില്ലേ? ജീവിച്ചിരുന്നപ്പം കടുംപെട്ടാന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഓർക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ,
അപ്പൊ ദൈവദാസന്മാരൊക്കെ പറയുമ്പോ ചിലരൊക്കെ ഈ ബോഡിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ അങ്ങ് പറയും, ഈ തന്നേര് കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുക. ശരി, കൊണ്ടുപോകുന്നില്ല. ആ ആളുടെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല. പുള്ളിയുടെ മടിയിലോട്ട് കൊടുത്തിട്ട് പോയ എത്ര ദിവസം ഇത് വെച്ചുകൊണ്ടിരിക്കും? കൊടുക്കുക. നമ്മളെല്ലാം കൂടെ തീരുമാനിച്ച് ആ കൊച്ചിനെ എത്രയും കരയിക്കണ്ട, ഇതങ്ങ് കൊടുത്തേക്കാം. പാസ്റ്റർമാരും പോയി, സഹവിശ്വാസികളും പോയി, ഇത് മടി വെച്ചോണ്ടിരിക്കുക. എത്ര ദിവസം ഇരിക്കും? എത്ര മണിക്കൂർ ഇരിക്കും? ഈ വന്ന് നിൽക്കുന്ന സ്ത്രീ പറയുകയാണ്, തോട്ടക്കാരനെ നിരൂപിച്ച് എവിടെ വെച്ചിങ്ങി തന്നേക്കാൻ. സ്നേഹം, സമാധാനം, സന്തോഷം എല്ലാം ആ സ്ത്രീയിൽ നിൽക്കുക. എവിടെ വെച്ചു തന്നേക്കാൻ? നമ്മൾ ആരും അത് ചോദിക്കുന്നില്ല. മറവി ചെയ്തോളാരാ പറയും അല്ലേ? ഒരാൾ മരിച്ചാൽ ഒട്ടും നമ്മൾ വീട്ടുകാരെല്ലാം അടുത്ത നടപടി എന്താ? ഫ്യൂണറലിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള. എവിടെ വെച്ചു തന്നേക്കാൻ? എന്തു വലിയ സ്നേഹമാണ് ദൈവമക്കളെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന റോമക്കാരും അറസ്റ്റ് ചെയ്യുന്നില്ല, യഹൂദന്മാരും കാണുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സ്ത്രീയോട് മറിയേ, അവിടെ അവളുടെ ജീവിതം മൊത്തം തിരിച്ചു മറിക്കുന്ന, ഒരിക്കലും പരാജയപ്പെടാത്ത സമാധാനത്തിന്റെ ആശീർവാദം വേണം. പറയുന്നൊരു വിളി, പ്രഭുനി. അവൾ ഓടി അങ്ങ് ചെല്ലുവോ കെട്ടിപ്പിടിക്കാൻ. ഇപ്പൊ തൊടണ്ട, ഞാൻ കയറിപ്പോയിട്ടില്ല. നീ എന്നെ തൊടുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് കഥ കടച്ചിരിക്കുന്നവന്മാരോടെല്ലാം പോയി പറയാൻ. അവരത് കേട്ടോണ്ട് ഓടി പാഞ്ഞു വന്നു. അവര് വന്ന് നോക്കിയപ്പം കണ്ടില്ല. അങ്ങനെ എഴുതി അവരങ്ങ് പോയി നേരത്തെ. ഇത് മാത്രം അവിടെ നിന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ നിസ്വാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ നിലനിന്നാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാം അപ്പുറത്ത് യേശുവിനെ നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു സ്ത്രീയില്ലേ, വലിയ വലിയ അപ്പോസ്തലന്മാരെല്ലാം തിരിച്ചുപോയി. അപ്പോൾ അതാണ് നമ്മളവിടെ വായിച്ച ആ ഭാഗം. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. ഭയം വേണ്ട, നിരാശ വേണ്ട, ഭയം പരാജയപ്പെട്ടു പോകുന്നുള്ള ഭീതിയുടെ ചിന്ത വേണ്ട, ആകുലത വേണ്ട, അസ്വസ്ഥതകൾ, ആകുലതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ദൈവമോ പരാജയപ്പെട്ടവനല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവം എവിടെയും മാറി നിൽക്കുന്നതല്ല, നിങ്ങളുടെ കൂടെ വസിക്കുന്നു, നിങ്ങളോടൊപ്പം. ഒരു രക്തസാക്ഷികളെ കുറിച്ചുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചപ്പോ അതിൽ ഞാൻ വായിച്ചതാണ്. എന്നോട് നീ കണ്ടോന്നൊന്നും ചോദിക്കരുത്, അതിൽ ഞാൻ വായിച്ച. അപ്പൊ അതിനകത്ത് വായിച്ചൊരു ഭാഗം, ആ കാലത്തെ പീഡയുടെ കാലത്ത് 10-21 പേരെ പിടിച്ച് വലിയ ഒരു ഐസ് കട്ടയുടെ മുകളിൽ ഇങ്ങനെ കിടത്തുക. അപ്പൊ അപ്പുറത്ത് അവരെ രക്ഷിക്കാനായിട്ടുള്ള മാർഗമുണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശുവിനെ കളഞ്ഞാൽ മതി. ഒരുത്തൻ വിചാരിച്ചു നമ്മളിതൊന്നും കാണുന്നൊന്നുമില്ലല്ലോ, കണ്ടിട്ടുമില്ല, കളഞ്ഞേക്കാം. അവനങ്ങ് കളഞ്ഞു. അവനെ അപ്പുറത്ത് കൊണ്ടുപോയി നല്ല ശുശ്രൂഷയൊക്കെ ഇരുത്തിയപ്പോ ബാക്കിയുള്ളവര് സ്തോത്രം പാടി ദൈവത്തിന് നന്ദി കൊടുത്തു, പ്രാണനെ വിട്ടു. അപ്പൊ അവൻ നോക്കിയിരിക്കുമ്പോ, ആ പുസ്തകത്തിലെ കേട്ടോ, എന്നോട് ചോദിക്കല്ലേ, അവൻ നോക്കിയിരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 23 കിരീടം വന്ന് ഇവരുടെ തലയിലിരുന്ന് ഒന്ന് ഇടവില്ലാതെ കറങ്ങുക. ഇവന്റേത് നഷ്ടപ്പെടുത്തി. താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും തലേന്ന് തെറിപ്പിച്ചു. കൊണ്ട് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമാണ്. അത് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുന്നതും ഗുണമുള്ളതാക്കി തീർക്കുന്നതും ആകയാൽ ഈ സമാധാനത്തിന്റെ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യണം. കാരണം ദൈവം നമ്മുടെ കൂടെ. യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ അങ്ങനെ അല്ലേ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മുടെ കൂടെ. അന്വേഷിച്ച് ഒന്നും നടക്കണ്ട, ദൈവം നമ്മുടെ കൂടെ. ഇനി അടുത്ത റെഫറൻസ് വായിച്ചേ.
ഫിലിപ്പിയർ 4:7. അതുകൊണ്ട് എന്റെ പ്രിയരും 4:1 4:7. 4:1 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. അടുത്തത് കണ്ടോ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. പറഞ്ഞ മനസ്സിലായി? പൗലോസ് അപ്പോസ്തലൻ നല്ല അറിവും ധൈര്യവും ഒക്കെ ഉള്ളവനായിരുന്നെങ്കിലും കൊരിന്ത്യർക്ക് എഴുതാൻ പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഭയത്തോടും നടുക്കത്തോടും ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ ഇരുന്നു. ഇത് പറഞ്ഞാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പൊ പ്രത്യേകിച്ച് ഈ സ്ഥലത്തൊന്നും ആദ്യം കുറച്ചാളൊക്കെ അങ്ങ് മിണ്ടാതിരുന്നു. അപ്പോഴാ പറഞ്ഞ, നീ ഭയപ്പെടണ്ട, നീ മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കണം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഇവിടെ ഒത്തിരി ജനം കർത്താവിനുണ്ട്. നിങ്ങള് കർത്താവിന്റെ വേല ചെയ്യണം. അപ്പോഴാണ് കർത്താവ് അതെല്ലാം കൂട്ടുന്നത്. മിണ്ടാതിരുന്നാലൊന്നും പറ്റത്തില്ല. പൗലോസിനോട് പറഞ്ഞു, മിണ്ടാതിരിക്കരുത്, ഭയപ്പെടരുത്, പ്രസംഗിക്കാൻ പറഞ്ഞു. ഈ പട്ടണത്തിൽ എനിക്ക് ജനമുണ്ട്. പിന്നെ അങ്ങ് ഇളക്കിയില്ലേ, നമ്മൾ വായിക്കുന്നില്ലേ ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കൂ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ഒരു പ്രശ്നവും ഈ പ്രയാസങ്ങളും ദുഃഖവും നിരാശയും ആകുലതയൊക്കെ കയറി വരുമ്പോ അതിനെ പരിഹരിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞ കുറെ അഭിപ്രായങ്ങളായിരിക്കും. അവര് അഭിപ്രായമൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിന്നാ. അത് നിങ്ങളുമായിട്ട് ചിലപ്പോൾ മാച്ചാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാനായി നമ്മൾ പോകേണ്ടത് തിരുവചനത്തിലേക്കാണ്. അവിടെയാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തിന്റെ സോഴ്സ് കിടക്കുന്നത്. പലപ്പോഴും അങ്ങോട്ട് പോകത്തില്ല. ചിലർ പിന്നെ കണ്ട പ്രവാചകന്മാരുടെയൊക്കെ പുറകില. ചില വീട്ടിൽ ആസ്ഥാന പ്രവാചകന്മാര് തന്നെ ഉണ്ട്. കടയിൽ പോയി കപ്പലിന്റെ മിഠായി മേടിക്കണമെങ്കിലും പ്രവചനം വേണം. അങ്ങനെയുള്ളവരുണ്ട്. അതൊന്നും ആത്മീയതയുടെ പ്രവചനമുണ്ട്, പക്ഷെ ചുമ്മാ ഇങ്ങനെ ഇതിന്റെ പുറകിൽ നടക്കുന്നത് ആത്മീയതയുടെ പക്വതയുടെ ലക്ഷണമല്ല. അപ്പോൾ ശ്രദ്ധിക്കൂ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നോക്കൂ, പത്രോസിനെ പിടിച്ചു അകത്തിട്ടു, പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അല്ലെ, അത് പറ്റത്തില്ല. ബുദ്ധിയും യുക്തിയൊക്കെ ആണെങ്കിൽ പേടിപ്പിച്ചു വെക്കും, നാളെ തീരും. സകല ബുദ്ധിയും കവിയ ദൈവസമാധാനം. ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്, അത് ഉചിതമല്ല എന്ന് അധികാരികളോട് പറയുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. മുമ്പേ പറഞ്ഞ ആളെ തന്നെ എടുക്കൂ, ബദ്ദല പറയുക, ഒരു പേടിയില്ലാതെ അവിടെ നിൽക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ചിന്തകളെയും നനവുകളെയും എല്ലാം കാക്കുന്നു. ക്രിസ്തുവിന് ഇടം കൊടുക്കുക. ശദ്രക്ക് മേശക്ക് അഭയനകമൊക്കെ തീ വീണു. നാലാമതൊരാളൂടെ നടക്കുന്നു. ഒരു രോമത്തിന് പോലും കേടില്ലാതെ കയറി വരുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ നിൽക്കുക. അവന്റെ ജീവിതത്തിലെ നിരാശകളുടെയും ദുഃഖങ്ങളുടെയും, ശ്രദ്ധിച്ചു കേട്ടോണം, സമ്മർദ്ദങ്ങളുടെയും ഒക്കെ നടുവിൽ അവിടെ ഇവിടെയും ഉള്ള അഭിപ്രായങ്ങൾ അന്വേഷിക്കാതെ തിരുവചനത്തിലേക്ക് തിരിയൂ. അവിടെയാണ് നിങ്ങളെ ജീവിപ്പിക്കുവാൻ പറ്റിയ സമാധാനത്തിന്റെ സന്ദേശം കിടക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാലും എന്താ? സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാന സന്ദേശമല്ലേ സുവിശേഷം? അത് രക്ഷയ്ക്കായി ദൈവശക്തിയല്ലേ? അത് പറഞ്ഞാൽ തന്നെ നമുക്ക് ദൈവശക്തിയില്ലേ? അല്ലേ? നമ്മൾ ഈ കർത്താവിന്റെ ദാസന്മാർക്കറിയാം, ചില ഞങ്ങളും മനുഷ്യരൊക്കെ അല്ലേ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മൾ ഇവിടെ കയറി നിന്ന് അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അതൊക്കെ അങ്ങ് പോകും. ദൈവശക്തി സുവിശേഷം തന്നെ ശ്രദ്ധിക്കൂ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയെ. ഇനി ആ ദൈവശക്തി, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തിന്റെ ആ പ്രവൃത്തിയിൽ
വിവേചനങ്ങളില്ല. അത് രക്ഷയ്ക്കായി ദൈവശക്തി. നോക്കൂ, സുവിശേഷം അതാ. അതുകൊണ്ട് അത് പറയുമ്പോ തന്നെ നമ്മൾ എന്താ, സകല ബുദ്ധിക്ക് കവിയുന്ന ദൈവസമാധാനത്തില ജീവിക്കും. അത് നമ്മിൽ നിന്ന് പുറത്തേക്ക് പോവുക. അതാണ് മറ്റൊരു അർത്ഥം സമാധാനത്തിന്റെ. 1 തെസ്സലോനിക്കർ 5:23 വായിച്ച്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇനി ഈ സമാധാനത്തിന്റെ ദൈവം നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകിക്കഴിഞ്ഞു. ഇനിയും ഈ സമാധാനത്തിന്റെ ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളെ ശുദ്ധീകരിക്കും. കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധരായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ 2 ദിവസം ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനമൊക്കെ നിമിത്തം നിങ്ങൾ ആരാകുക? പറയുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ശുദ്ധരാകുക. അത് ദൈവത്തിന് വലിയ നിർബന്ധമാണ്. കാരണം പാളയത്തോടുള്ള ബന്ധത്തിലൊക്കെ ദൈവം അതാ പറഞ്ഞ, ശുദ്ധീകരിച്ചോ, പാളയൊക്കെ ഒന്ന് നീറ്റാക്കാൻ പറഞ്ഞു, ഡിസിപ്ലിൻ ആക്കിയിട്ട്. കാര്യം നാളെ അതിശയമുണ്ട്, അത്ഭുതമുണ്ട്. നാളെ കൽപ്പനകൾ പറയാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഡിസിപ്ലിൻ ആക്കാൻ പറഞ്ഞു. നമ്മൾ ദൈവമക്കൾ അങ്ങനെയാണ്. നമ്മുടെ വീടൊക്കെ എന്ത് ചെയ്യും? ഡിസിപ്ലിൻ ആയിട്ട് നല്ലതായിട്ട് സൂക്ഷിക്കുക. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് വീട്ടിൽ. അല്ല, ഞായറാഴ്ച രാവിലെയായി ബൈബിൾ അന്വേഷിച്ച് കിടക്കുക, 15 മിനിറ്റ് അങ്ങ് പോയി. അങ്ങനെ ഒരു ദൈവം ഇതിലുണ്ടോ? ഈ സഭയിലുണ്ടോ? ഗതികേടാ കേട്ടോ. 15 മിനിറ്റ് ബൈബിൾ തപ്പി നടന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇയാള് കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ട് ഞായറാഴ്ച വൈകിട്ട് കൊണ്ട് വെച്ചിട്ട് മറ്റേ ലോണിന് പോയതാ. പിന്നെ ഈ ദിവസം വരെ ഇത് നോക്കിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ചില ആളുകളൊക്കെ ഈ സഭയിലൊക്കെ വന്നിട്ട് പേന കൊണ്ട് ബൈബിൾ ഇങ്ങനെ എന്റെ താളുകളൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നൊക്കെ മാറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. തുടങ്ങും പാസ്റ്റർ അന്ന് റെഫറൻസ് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ആ പേജ് കാണും. കണ്ടാൽ അറിയാം ഉപയോഗിക്കുന്നവരുടെ ബൈബിളൊക്കെ. പിന്നെ ചില പിള്ളേര് ബൈബിൾ മൊബൈലില്ല എന്ന് പറയും. നല്ലതാ, പക്ഷെ അത് തന്നെ ആയിരിക്കണം. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ മാറുന്ന കൈ കണ്ടില്ല ദൈവം സഹായിച്ച്, ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അപ്പൊ പ്രശ്നമാണ്. സമാധാനത്തിന് ദൈവം എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുന്നു, കർത്താവുമായിട്ട് നമുക്ക് റൈറ്റ് റിലേഷൻ ഉള്ളപ്പോൾ നമ്മളിൽ വന്ന സമാധാനത്തിന്റെ അടുത്തൊരു ക്രിയ ശുദ്ധീകരണം. ആർക്കാ കുറ്റം പറയാൻ പറ്റുന്നത്? മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, നിയമപ്രകാരം തെറ്റ, പക്ഷേ ജീവിതത്തിൽ ശുദ്ധീകരണം ഉള്ളത് കൊണ്ട് ദൈവം ഇടപെട്ടു. നിയമപ്രകാരം തെറ്റല്ലേ പാസ്റ്ററെ? അങ്ങനെ നിൽക്കാൻ പാടില്ല അല്ലേ? പഴയ നിയമം നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആള്. പക്ഷേ ദൈവം ഇടപെട്ടോടെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൽ, സർദീസിൽ ആരുണ്ട്? ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്കുണ്ട്, കർത്താവിനുണ്ട്. അങ്ങനെ ഒരു ജീവിതാവസ്ഥയിൽ നമ്മളായാൽ നമുക്ക് ഇന്ന് നേരിടുന്ന ചില താൽക്കാലിക വിഷമങ്ങൾ നമുക്കൊരു ഭാരമായിട്ടൊക്കെ ഉരുണ്ടുകൂടി ജീവിതത്തിന് മുമ്പിൽ നിന്നാലും വിജയിക്കും. നമ്മൾ ജീവിതത്തിൽ വിജയമുണ്ടെന്ന്, പ്രതീക്ഷയുള്ള ജീവിതമാ, പ്രത്യാശയുടെ ജീവിതമാ. പരാജയത്തിന്റെ ദുഃഖത്തിന്റെ ഒക്കെ നടുവിൽ ഈ ജീവിതം ഗുണമില്ലാത്തതാണെന്ന് ചിന്തിക്കത്തില്ല നമ്മളാരും. കാരണം എന്താ? ശുദ്ധീകരണം കിടക്കേ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണമായിരുന്നെങ്കിൽ എനിക്ക് മുമ്പ് സമയമുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ജോലിക്ക് പോയ ആളാ. ബാംഗ്ലൂരിലായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ഫാക്ടറി ജോലിക്കാരനായി, ഇരുമ്പൊക്കെ ചുമന്ന ആളായിരുന്നു. കഠിനമായ ജോലി എനിക്കുണ്ടായിരുന്നു. ഇരുമ്പ് പ്ലേറ്റ് 20 പൗണ്ട് ഹാമർ തന്നിട്ട് അടിച്ച് സ്കെയിൽ വെച്ച് ഇങ്ങനെ ഹാമർ പാട് വീഴാതെ ഞാൻ ലെവൽ ചെയ്യുമായിരുന്നു. ബെൻഡൊക്കെ അവർ കാണിച്ചു തരും. അത് 10-15 വയസ്സുണ്ടല്ലോ. അടിക്കുമായിരുന്നു ഉച്ചവരെയും.
ഉച്ച കഴിഞ്ഞു. അങ്ങനെ ജോലി ചെയ്ത് 750 രൂപയ്ക്ക് 400 രൂപ വീട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ നോക്കാൻ തുടങ്ങിയതാ. ഇന്ന് നോക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്നലെ ഉള്ള എല്ലാ മരുന്നും എല്ലാ കാര്യം കഴിക്കാനുള്ള സാധന സഹിതം മേടിച്ചു കൊടുത്തിട്ടാണ് വന്നത്. 16ാമത്തെ വയസ്സിൽ തുടങ്ങി. ഇപ്പൊ 46 വയസ്സുണ്ട്. അന്ന് ഞാൻ അപ്പോഴാ ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റിയ സന്ദർഭങ്ങളാ. അതൊന്നും ചിന്തിപ്പിച്ചില്ല. അവിടുന്ന് കയറി വന്നു. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി, ഒരു ഗുണം എന്താണെന്നറിയോ? സഹിഷ്ണുതയും വലിയ കോപവും ഇല്ലാതെ ജീവിക്കാനും പറ്റുന്നുണ്ട്. കാരണം അവിടെ എല്ലാം തീർന്ന് 16 വയസ്സുള്ളപ്പം അവരെല്ലാം ഇട്ട് ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നേ തീർന്ന്. ഇനി ആരോട് കോപിക്കാന്? ഭാര്യമാരോട് ആവശ്യമില്ലാതെ എന്നും കിടന്ന് കോപിക്കുന്നവരെല്ലാം ഭീരുക്കളാണ്. വേറെ എങ്ങും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്തുകൊണ്ട്? ശുദ്ധീകരണമുണ്ട്. നമ്മള് അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കാരണം അതാ. ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു. സമാധാനം അതാ. ശുദ്ധീകരണം പ്രാപിച്ചുള്ള ജീവിതം. സുഹൃത്തുക്കളെ, ദൈവമക്കളെ, നമ്മൾ എല്ലാവരോടും കൂട്ടായ്മ ആചരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യണം. എന്നാൽ നമ്മുടെ ജീവിതവും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയും ഉണ്ടാക്കിയെടുത്തിരിക്കണം. ശുദ്ധീകരണം നൽകുന്ന ദൈവം. എബ്രായ ലേഖനം 13:20 വായിച്ചു. ഈ റെഫറൻസ് ഒക്കെ നോട്ട് ചെയ്തോണേ. അതിനോടനുബന്ധിച്ച് ഞാൻ പറയുന്നോട് എഴുതി വെച്ചോണം. 13:20. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം. അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള സമാധാനത്തിന്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ക്രിസ്തു ഉയർത്തും. ഈ സമാധാനത്തിന്റെ ദൈവം അപ്പോൾ തന്നെ എല്ലാ സമാധാനം പോയ ആളുകളെ അലൗകികമായി സഹായിച്ച് സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ദൈവം. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ, അവളുടെ സമാധാനം എല്ലാം പോയി. രോഗം നിമിത്തം സമാധാനവും പോയി, പണവും പോയി. ഏറിയ മുതല് വൈദ്യന്മാർക്ക് കൊടുത്തു. പക്ഷെ സൗഖ്യം ഉണ്ടായില്ല. അപ്പൊ സമാധാനം പോയി. ആ സ്ത്രീയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സമാധാനം പോയി, പണം പോയി, ബന്ധവും ശിഥിലമായി. ഈ രോഗം ഉള്ളത് കൊണ്ട് ഒരു കുടുംബജീവിതം ഒന്നും പറ്റത്തില്ല. അന്നത്തെ നിയമം അനുസരിച്ച് അശുദ്ധ മാറിയേക്കുന്നോണം. ആ സ്ത്രീ ആരുടെ അടുക്ക വരുന്നു? യേശുവിന്റെ അടുക്ക വരുന്നു. സമാധാനത്തിന്റെ ദൈവം അവളിൽ അത്ഭുതം ചെയ്യുന്നു. അല്ലേ? അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പം ആ സ്ത്രീ ആരായി മാറി മക്കളെ? മേൽ പറഞ്ഞതെല്ലാം അവൾക്ക് തിരികെ റിട്ടേൺ, അവളിലേക്ക് തന്നെ തിരികെ വരിക. അവൾക്ക് ബന്ധം ഉണ്ടാകുന്നു. കല്യാണം കഴിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ചേർന്ന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം, ശാരീരിക ജീവിതത്തിന്റെ സാഹചര്യം, ആത്മീയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, ഭൗതികവും ആത്മീയമായ ജീവിതത്തിലേക്ക് അവള് സ്വതന്ത്രമായി കയറി വരുന്നു. ക്രിസ്തു സഹായിച്ചു. സമാധാനത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ഒരു സ്ത്രീ ശമരിയില് വെള്ളം കോരാൻ പോയി. അങ്ങനെ ഒരു സ്ത്രീയുടെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും ആ സ്ത്രീയോട് സംസാരിക്കുന്നത്? കർത്താവ് പറയുന്നു, നിനക്ക് 5 ഭർത്താവുണ്ട്, ഇപ്പോഴുള്ളവനോ നിന്റേതല്ല എന്ന് പറഞ്ഞ് അവളൊരു ഒട്ടും സമാധാനമില്ലാത്തൊരു സ്ത്രീ, ഒരു ചൂഷണത്തിനിരയായ സ്ത്രീയാണ്. പക്ഷെ യേശുക്രിസ്തു ആ സ്ത്രീയെ എത്രയോ സ്നേഹത്തോടെ, എത്രയോ കൃപയോടെ, കരുണയോടെ ആ സ്ത്രീയെ ബഹുമാനിച്ച് അവളോട് സംസാരിക്കുക. സംസാരമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, മശിഹ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. ഇത് കർത്താവ് ആരോടാ പോയി പറയണ്ട? ആക്ച്വലി അവിടുത്തെ വലിയ പണ്ഡിതന്മാരോടല്ലേ പറയണ്ടേ? കർത്താവിന്റെ പ്രവൃത്തി എപ്പോഴും നോക്കണം. പണ്ഡിത സദസ്സിൽ നിന്നൊന്നുമല്ല ആദ്യത്തെ അത്ഭുതം ഉണ്ടായത്.
വീഞ്ഞ് പോലും നേരെ ചൊവ്വേ കൊടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു വീട്ടിലാ തുടങ്ങിയത്. അതും കാനാവ് എന്ന് പറഞ്ഞ അത്ര പ്രസിദ്ധ സിറ്റി അല്ല. കാനാവ് ആരെങ്കിലും അറിയണമെങ്കിൽ അല്പം പ്രസിദ്ധമായി ഗലീല ഫ്രണ്ടി വേണം. ഗലീലയിലെ കാനാവ് എന്ന ഒറ്റയ്ക്ക് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചു, എവിടുന്നാ വന്നേ? ചെങ്ങന്നൂര്. ഇപ്പൊ ചെങ്ങന്നൂർ എവിടാന്ന് ചോദിച്ചപ്പോ അപ്പച്ചന് അറിയാം, ആല. കാരണം അദ്ദേഹം ട്രാൻസ്പോർട്ട് ജോലി ചെയ്തത് കൂട്ടത്തിൽ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നെന്നോ, ആല. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ സഹോദരി എന്നോട് ചോദിക്കും, എവിടുന്നാ വന്നേ? ഞാൻ പറയാം ചെങ്ങന്നൂര്. മനസ്സിലായി. ചെങ്ങന്നൂർ എവിടുന്നാ? പെണ്ണിക്കരയ്ക്ക് അടുത്തുള്ള ആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒന്നും പിടികിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിക്കുക എവിടുന്നാ വന്നേ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങള് ഇവരെ ആരാണ്ടൊക്കെ പറഞ്ഞ് വെളപ്പിലോ മലയോ എന്നൊക്കെ പറഞ്ഞ്, എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ആ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ. എന്റെ ഭാര്യ ഈ നാട്ടുകാരിയെ. ചെറിയ ചെറിയ സ്ഥലങ്ങളെ എനിക്കറിയത്തുള്ളൂ. എല്ലാ സ്ഥലങ്ങളും ഒന്നും എനിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അതുപോലെ അതെന്താ അത്ര പ്രസിദ്ധമല്ലാത്തതുകൊണ്ട്. എന്നാൽ തമ്പാനൂർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത പ്രസിദ്ധമല്ലാത്തതുകൊണ്ട്. കാനാവ്, ഗലീലയിലെ അവിടെയാണ് യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം. ആ വീടിനാ സമാധാനം കൊടുത്ത്. കല്യാണം കഴിക്കാനിരുന്ന ഒരു ചെറുക്കനും പെണ്ണിന് സമാധാനം കൊടുത്തു. അല്ലെങ്കിൽ ആകെ തകടം മറിയും, കല്യാണമൊന്നും നടക്കത്തില്ല. തകടം മറിയും. അത് പഴയ ചരിത്രം വായിച്ചാൽ മതി. ഒരു ലീഗൽ ഇഷ്യൂയും കൂടാതെ. കാരണം അന്നത്തെ ചരിത്രത്തിൽ ഇവര് പോയി പലയിടത്തും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്ത, അതുപോലെ വന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ പഴയ ഒരു ചരിത്രം പറയുന്നത് ഈ വന്ന ആർക്കെങ്കിലും ഇവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യാം, അവരെ കളിയാക്കിയെന്നും പറഞ്ഞു. ആ സാധ്യത എവിടെ ഉണ്ട്? ജീസസ് എവിടെല്ല ഇടപെടുന്നത്? ഒരു ലീഗൽ ഇഷ്യൂ കൂടെ ജീസസ് സോൾവ് ചെയ്തു. അപ്പോൾ തന്നെ ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും ജീവിതം എന്തായും? തകരും. വലിയൊരു ഫിനാൻഷ്യൽ ബാധ്യതയുണ്ടാകാൻ പോവുക. അതെല്ലാം തീർക്കാനായിട്ട് ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു വീട് അവിടെ മഹത്വം ഇറങ്ങി. ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു സ്ത്രീയോട് ഞാനാണ് മശിക്കുന്നത്. നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല യേശു ക്രിസ്തുവിന്റെ ഇടപാടുകൾ വായിക്കുക. അത് ഇവിടുത്തെ വലിയ ആളുകൾക്കൊന്നും അതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് പോലും പറ്റത്തില്ല. നമ്മളെ 10 പേര് അറിയുന്നിടത്തല്ലേ ഉള്ളത് നമ്മളും ചെയ്യുന്നത്. ഇന്നാൾ ഒരാൾ പറയുന്നത് കേട്ട്, ബൈബിൾ ക്ലാസ്സിന് വിളിച്ചു. അപ്പൊ ആ ക്ലാസ് ഒന്നും ശരിയായിട്ട് പഠിപ്പിച്ചില്ലെന്നോ എന്തോ കംപ്ലൈന്റ്. അപ്പം പറഞ്ഞു, എന്താ പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കമ്പോളം ശരിയല്ലാത്തതുകൊണ്ട് ചരക്ക് കൊടുത്തില്ല. എന്തൊക്കെ ഡയലോഗാ. എന്നിട്ട് ആത്മനിറവിൽ അങ്ങ് നടക്കുക. ഡയലോഗ് കേട്ടിട്ട്. അപ്പൊ ഈ കമ്പോളം ഒന്ന് വിളിച്ച് എന്തിനാ? ദൈവസഭയിൽ. അത് അടുത്ത ചോദ്യം. അത് ഈ കർത്താവിന്റെ ദിവസം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പഠിപ്പിച്ചപ്പോ ഞാൻ കുറച്ച് ചിന്തിച്ചത്, വാട്ടവും മാലിന്യവും കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തതാകണം ഇത്. നമ്മൾ ഓരോരുത്തരും, സഭയെന്ന് പറഞ്ഞാൽ നമ്മളല്ല. ഇതൊക്കെയുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുവോ? കഴിഞ്ഞ ദിവസം അഡ്മിഷന് പോവുക എന്റെ മകന്. അന്നാണ് കഷ്ടകാലത്തിന്റെ രാവിലെ കരണ്ടും ഇല്ല, എന്റെ ഷർട്ട് മൊത്തം ചുരുണ്ടിരിക്കുന്നു. അപ്പൊ സമയമായി പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എന്റെ ഈ ഷർട്ട് കണ്ട അയാളെ തരത്തില്ല അഡ്മിഷൻ. കാരണം ചുളുങ്ങിയ ഷർട്ട് മൊത്തത്തിൽ തലാണയെന്ന് എടുത്ത പോലെ ഇരിപ്പുണ്ട്. ദൈവം സഹായിച്ച ആ സമയത്ത് കരണ്ട് വന്ന് ഞാൻ ആ ചുളുക്കം എല്ലാം അയൺ ചെയ്ത് നൂർത്ത് അതിട്ടുകൊണ്ട് പോയി. അതാണ് എന്റെ ഇവിടുത്തെ സ്റ്റാറ്റസ് എങ്കിൽ ദൈവരാജ്യത്തിൽ കയറ്റുവോ ചുളുകിയൊക്കെ അങ്ങോട്ട് എന്ന്? കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ വെള്ള ഷർട്ടൊക്കെ ഇട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോ മാങ്ങ അച്ചാറ്, ഐസ്ക്രീം, മോരുകറി ഒക്കെ ആയിട്ട് വരും. ചിലര് ഭാര്യമാര് കുറെ ബഹളവും വെക്കും. അതിട്ടോണ്ട് അടുത്തടുത്തോട്ട് പോവോ? പറ്റത്തില്ല. കാരണം ഇതെല്ലാം കറികളെല്ലാം ടേസ്റ്റ് ചെയ്ത ഷർട്ടാ, വായല്ല. അങ്ങനെ സംഭവിക്കും. ശ്രീ അതാണ് ചർച്ചിന്റെ ഡിസിപ്ലിൻ ആൻഡ് ചർച്ചിന്റെ മിഷൻ. ചർച്ചിനെ കർത്താവ് എടുക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ചർച്ചിന്റെ ക്വാളിറ്റി. അങ്ങനെ നോക്കൂ, യേശുക്രിസ്തുവിന്റെ ഇടപാടുകൾ നോക്കി. ഈ സ്ത്രീയോട് പറയും, ഞാൻ ആ മശികയെന്ന്. കാണാൻ കാത്തിരുന്ന എത്രയോ പേരുണ്ട്. ഈ പാപം പല വ്യക്തികളും ചതിച്ച ഒരു സാധു സ്ത്രീയോട് പറയുന്നത്, ഞാനാ മശിക, നിന്നോട് സംസാരിക്കുന്ന ഞാനാ. അപ്പൊ ആ സ്ത്രീ നല്ലൊരു സ്ത്രീ കേട്ടോ. അവള് വെള്ളവും കോഴിക്കൊണ്ട് ഓടി അങ്ങ് പോയില്ല. കുട അവിടെ വെച്ചിട്ട് ഓടിയിട്ട് അവള് ഒരു കാര്യം പറഞ്ഞു.
കണ്ടോ, സമാധാനത്തിന്റെ ദൈവം ശുദ്ധീകരിക്കാൻ തുടങ്ങി. സമാധാനത്തിന്റെ ദൈവം അലൗകിക പ്രവൃത്തി അവളുടെ ഹൃദയത്തിൽ ചെയ്തു തുടങ്ങിയപ്പോൾ അവള് പറയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞവനെ വന്ന് കാണാൻ. കണ്ടോ, എന്ത് വലിയ ഡയലോഗാണത്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞവനെ വന്ന് കാണുവേ. അപ്പൊ അവരെല്ലാം നല്ല ആൾക്കാർ, അവരെല്ലാം ഇങ്ങ് വന്നു. അവരെല്ലാം വന്നിട്ട് പിന്നെ പറയാണ്, ഇനി നീ പറയുന്നത് നിമിത്തമല്ല, യേശുവിന് ആദ്യത്തെ പേര് അവൻ സാക്ഷാൽ ലോകരക്ഷിതാവാണ്. ശമര്യര് വിളിച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കർത്താവ് പാലൊരുങ്ങപ്പോ ഇവര് വിടുന്നില്ലല്ലേ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇവിടെ മാത്രം ഇരിക്കാൻ പറ്റത്തില്ല, വേറെ ഊരുകളിലും പോണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാളെ അയച്ച് അവിടെ ഇളക്കി. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട, ശക്തി പോയി, പ്രവർത്തനം ഒന്നുമില്ല, പെന്തക്കോസിന് ക്ഷീണം സംഭവിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ആർക്കേലും ഒക്കെ ആയിരിക്കും. ഈ പ്രവർത്തനങ്ങൾക്കോ ഈ ദൈവത്തിനോ ഈ ദൈവത്തിന്റെ മാർഗത്തിനോ ഒരു ക്ഷീണവും തട്ടിയിട്ടില്ല. അത് ശക്തിയോടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കാണും. അത് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെ എടുത്ത് ആഗോള വ്യാപകമായ പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. ഞാൻ ഈ പറയുന്നവരോടെല്ലാം പറയാം, നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ അതിനെ ആഗോള വ്യാപകമായ ഒരു ഇഷ്യൂ ആയിട്ട് വ്യാഖ്യാനിക്കണ്ട. അപ്പൊ അവിടെയാണ് സമാധാനത്തിന്റെ പ്രസക്തി. അത് ശുദ്ധീകരിക്കുന്നു, ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നു. അലൗകിക പ്രവൃത്തികൾ ചെയ്ത് ഹീലിംഗ് മനധൈര്യം നൽകണമെങ്കിൽ അത് തകർന്ന ജീവിതം, ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തത്തില്ല. അങ്ങനെ ഉള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ കയറ്റിക്കൊണ്ടുവന്ന് നിർത്തുന്നു. യഹസ്കേലിന്റെ ദർശനം പോലെ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളൊക്കെ സൈന്യമായിട്ട് നിവർന്നു നിൽക്കുന്നു. അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന സമാധാനത്തിന്റെ ദൈവം. ആ ദൈവത്തോട് നമുക്ക് എന്തുണ്ടാകണം? നല്ല ഒരു ബന്ധം. അത് നമ്മുടെ സമാധാനമാണ്. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നതിന്റെ പേരാണ് സമാധാനം. പിതൃപുത്ര പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം. മുമ്പേ പറഞ്ഞില്ല, ഒരു അമ്മച്ചി ആ ബന്ധത്തിലാണ്. വേറെ ഒരിടത്തും പഠിപ്പിക്കാൻ പോയപ്പോ ഞാൻ മറ്റൊരു അമ്മച്ചിയെ കണ്ടു. ഒരു പഴയ രീതിയിലാണ് അമ്മച്ചി വരുന്നത്. ഒരു എമർജൻസി ലൈറ്റ് ഒക്കെ തൂക്കി ഒരിടത്തു നിന്ന് ബൈബിൾ ക്ലാസ്സിന് വരിക. ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടെ താമസം? പറഞ്ഞ പോലെ അവിടെ ഒരു പാടത്തിനകത്ത് ഒരു വീട്, അതിനകത്ത് അമ്മച്ചി സുഖത്തെ താമസിക്കുക. മക്കളൊക്കെ വരും, ഇടയ്ക്ക് വരുന്നുണ്ട്, അവരും കൂടെ ഉണ്ട്. ഒരു പേടിയില്ല. കർത്താവില്ലേ നമുക്ക് തുണയെന്ന്. കർത്താവ് എനിക്ക് തുണ, ആകയാൽ മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അതാണ് ആ അമ്മച്ചി എന്നോട് പറഞ്ഞ വാക്യം. നമ്മൾ ഈ വലിയ പണ്ഡിതനാണെന്ന് ധരിക്കേണ്ട കേട്ടോ. ഒന്നും അറിയത്തില്ല നമ്മൾ ചിന്തിക്കുന്ന ചിലര് നമ്മുടെയൊക്കെ മിഡിൽ സ്റ്റെപ്പ് അടുക്കെ പറിച്ചു ദൂരെ കളയും. വലിയ പണ്ഡിതനൊന്നും. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പം ഞാൻ പറയട്ടെ, അനുഭവ ജ്ഞാനം ഉള്ളവന്റെ അത്രയും വലിയ പണ്ഡിതനൊന്നും അല്ല ലൈബ്രറി ഇരിക്കുന്നവൻ. അത് ഭയങ്കര അനുഭവമല്ലേ ഇത്. ലൈബ്രറി ഇരിക്കുന്നവൻ വായിച്ചായിരിക്കും ഈ പറയുന്നത്. ഞാനൊക്കെ അവരൊറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയല്ലേ, ആരും സഹായം ഇല്ലാതെ. അത് വലിയൊരു അനുഭവമല്ലേ. എന്നിട്ട് അവര് പറയാണ്, കർത്താവ് എനിക്ക് തുണ, ആകയാൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? കർത്താവ് എനിക്ക് തുണ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ തന്നെ ജീവന. ആ ഒറ്റ വചനത്തിൽ തന്നെ ജീവനല്ലേ. എന്റെ അമ്മയ്ക്കാണെങ്കിൽ 81 വയസ്സുണ്ട്. ഇന്നും ജീവനും പ്രസരിപ്പും ഓജസ്സും ശക്തിയും ഒക്കെ ഉണ്ട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ. എന്താ കാര്യം എന്നറിയോ? അനുഭവ പറഞ്ഞു നിർത്തുക. മീഖളിന് സമാധാനമില്ല ദൈവത്തോട്. അതുകൊണ്ട് ദാവീദിന്റെ ആരാധന കണ്ടപ്പോഴും ഒരു സമാധാനമില്ല. മനസ്സിലായോ? മീഖളിന് ദൈവത്തോട് സമാധാനമില്ല. അതുകൊണ്ട് ദാവീദിന്റെ ആരാധന കണ്ടപ്പോൾ സമാധാനമില്ല. കാരണം മീഖൾ ആകെ ശ്രദ്ധിക്കുന്നത് ദാവീദിന്റെ പദവിയും, ആ പദവിയിൽ അയാളെ എത്തിച്ച ദൈവത്തെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ദാവീദ് ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? മീഖളിന്റെ പദവിയല്ല, അദ്ദേഹത്തിന്റെ പദവിയല്ല, അങ്ങനെ അവിടെ വരെ എത്തിച്ച ദൈവത്തെയാ ദാവീദ് ശ്രദ്ധിച്ചത്. അപ്പം പഞ്ഞുനീലങ്കി ധരിച്ച് അങ്ങ് ആരാധിച്ച്. നമ്മളെല്ലാം അങ്ങനെ ശ്രദ്ധിച്ചോണം. നമ്മുടെ പഴയ കാലങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. പഴയകാല ജീവിതം. നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പ്രശ്നം ഉണ്ടാകാതെ തന്നെ നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് നന്മയെന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകണം.
നമുക്കൊക്കെ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ചിന്തിക്കാൻ, അല്ലേ? ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ അമ്മയും ഞാനോടായിരുന്നു ഞങ്ങളുടെ തറ ഇങ്ങനെ മെഴുകുന്നത്, ചാണകം ബാറ്ററി കരിയൊക്കെ ഇട്ട്. എന്നിട്ട് രാത്രി ചില ദിവസം ഉണങ്ങത്തില്ലെങ്കിൽ രാത്രിയിൽ അതിലാ കിടന്നുറങ്ങുന്നത്. അതിന് വലിയ പായൊക്കെ ഉണ്ടല്ലോ, ചിക്കുപായ എന്നൊക്കെ പറയും. വലിയ തഴപ്പായ അറിയത്തില്ലേ? ഇവിടെ എന്തൊക്കെയാ ഇതിനൊക്കെ പറയുന്നത്? ഞാൻ കറക്റ്റ് കാര്യങ്ങളാണല്ലോ പറയുന്നത്. എന്റെ അവിടുത്തെ ഭാഷ ഇവിടെ പ്രശ്നമൊന്നും ആകരുതേ. ഏ അതാ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്, ആണോ അല്ലയോ എന്ന്. ആണോ ഇല്ലയോ എന്നാണ് ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്. കാര്യം എന്റെ വൈഫ് ഈ നാട്ടിലുള്ളതാ. ഇവിടുന്ന് അവിടെ വന്നൊരു പദം ഒരു ദിവസം ഞാൻ എന്റെ അടുത്ത് വെച്ച് പറഞ്ഞ്, ഞാനങ്ങ് വിലക്കി, ദയവ് ചെയ്ത് എനിക്ക് ഇതൊക്കെ വേണം അകത്ത്. അവിടെ അത് വലിയ പ്രശ്നമാണ്, ഇവിടെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വിരിച്ച് കിടക്കുക രാത്രി. മണ്ണെണ്ണ വിളക്കാ പഠിക്കാൻ, ഇതുപോലൊന്നും ഇല്ല. അവസാനം വീട്ടിലെ മുതിർന്ന അമ്മയോ അമ്മാച്ചനോ ആരായാലും കിടക്കുമ്പം ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെ എല്ലാവരും കിടക്കടാ, അണച്ച്. പിന്നെ കുറ്റാക്കുറ്റി ഇരുട്ടാ പെരക്കകത്ത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മിന്നാമിനിങ് ഇങ്ങനെ പോകുന്നതാണ്. ഇതാകെപ്പാടെ ഉള്ള ഒരു സോഴ്സ്. പിന്നെ ചില വീട്, ഞങ്ങളുടെയൊക്കെ വീട് അന്നത്തെ കാലത്തൊക്കെ പിന്നെ അങ്ങ് മേയാൻ താമസിക്കുന്നതുകൊണ്ടേ സുഷിരം വീഴും. അതിനകത്തൂടെ നല്ല ഒന്നാന്തരം ലൈറ്റ് വരുന്നുണ്ട് രാത്രി, നിലാവ് നമ്മുടെ നെഞ്ചത്തൊക്കെ. ഞങ്ങളൊക്കെ അതിങ്ങനെ വട്ടം കറക്റ്റ് ഒക്കെ നെഞ്ചത്താക്കിയൊക്കെ കിടക്കും. ഇതൊക്കെ പഴയ അങ്ങനെയൊക്കെ ജീവിച്ചവർക്ക് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെയും ജീവിക്കാൻ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തുക, അവിടെ എല്ലാം ഈ സമാധാനത്തിന്റെ ദൈവം ഉണ്ടല്ലോ, കണ്ട് നമുക്ക് സമാധാനം തന്ന് നടത്തി. നാളെ ഇനി നമുക്ക് അടുത്ത ഭാഗം പഠിച്ച് അടുത്ത ഇതിന്റെ പ്രധാന മറ്റ് 1-2 ഭാഗത്തിലേക്ക് കയറണം. വൈകിട്ട് കൊണ്ട് ഏകദേശം നിർത്തണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. നല്ല പിതാവേ, നന്ദിയോടെ അങ്ങയുടെ നാമത്തിന് മഹത്വം. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഇന്ന് ഞങ്ങളെ പഠിച്ച ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ദൈവമായ കർത്താവെ സവിസ്തരമായി പഠിക്കുക, കാണാതെ പറയുക എന്നതിനെല്ലാം അപ്പുറത്ത് ആത്മനിറവിന്റെ ഫലമായി ഇതിന്റെ ഓരോ ക്വാളിറ്റിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഉപകാരമാകട്ടെ. വരും ദിവസങ്ങളിൽ അവരുടെ സ്വഭാവവും ജീവിതവും കാഴ്ചപ്പാടും ആഗ്രഹവും എല്ലാം ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട് ഈ ദേശത്ത് അനേകർക്ക് കർത്താവ് ആരെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ജീവിതശൈലിയുള്ളവരായി മാറാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.